അണയും. രോഗികളായിടുമ്പോ സൗഖ്യദായകൻ അവനരുളും. അവനാലയത്തിൽ സ്വർഗ നന്മകളാൽ, അവനാലയത്തിൽ സ്വർഗ നന്മകളാൽ നമ്മെ നിറച്ചിടും അനുദിനവും. യേശു 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 യേശുവാനിലും വലിയവൻ. യേശു യേശു യേശുവാനിലും വലിയവൻ. ഒരുമിച്ച് പാടുമോ? യേശു ജീസസ് യേശു യേശുവാനിലും വലിയവൻ. യേശു യേശു യേശുവാനിലും വലിയവൻ. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായിക്കുന്നവൻ. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായിക്കുന്നവൻ. പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവനെന്നിൽ പകരുന്നവൻ. പാപമെല്ലാം ക്ഷമിക്കുന്നവൻ. ജീസസ് പുതുജീവനെന്നിൽ പകരുന്നവൻ. വലിയവൻ. യേശു ജീസസ് യേശു യേശുവാനിലും വലിയവൻ. യേശു യേശു യേശുവാനിലും വലിയവൻ. യേശു യേശു യേശുവാനിലും വലിയവൻ. യേശു യേശു യേശുവാനിലും വലിയവൻ. യേശുവാനിലും മതിയായവൻ. ഞങ്ങളോട് പാടുന്നു. യേശുവാനിലും മതിയായവൻ. അവൻ നമുക്ക് മതിയായവൻ. സ്തോത്രം. അവനേക്കാൾ വലിയവൻ ആരുമില്ല കർത്താവേ. സ്തോത്രം. ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ വിഷയത്തേക്കാൾ, ഞങ്ങളുടെ പ്രോബ്ലത്തേക്കാൾ നീ ഞങ്ങൾക്ക് വലിയ. സ്തോത്രം. നമുക്ക് പാടാൻ സാധിക്കുമോ? എണ്ണി എണ്ണി സ്തുതിക്കുവാൻ. ഹല്ലേലൂയ. സ്തോത്രം. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാ ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാ ഇന്നയോളം തൻ ഭുജത്താ എന്നെ താങ്ങിയ നാമമേ. ഉന്നം വച്ച വൈരി കണ്ണിൻ മുൻപിൽ
പതറാതെ വച്ച വൈരിൻ കണ്ണിൻ മുൻപിൽ പതറാതെ കൺമണി പോൽ കാക്കും കരങ്ങളിൽ നിന്നെ മൂടി മറച്ചില്ലേ കൺമണി പോൽ കാക്കും കരങ്ങളിൽ നിന്നെ മൂടി മറച്ചില്ലേ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ എലിയാവിൻ ഉടപ്പ് വീടേ നിന്റെ വിശ്വാസ ശോധനയെ എലിയാവിൻ ഉടപ്പ് വീടേ നിന്റെ വിശ്വാസ ശോധനയെ ആയുധം ഫലിക്കയില്ല നിനക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല നിന്റെ ഉടയവൻ നിന്നവകാശം തന്റെ ദാസൻ നീതിയവൻ നിന്റെ ഉടയവൻ നിന്നവകാശം തന്റെ ദാസൻ നീതിയവൻ ഇന്നയോളം എന്നെ താങ്ങിയ നാമമേ ഇന്നയോളം എന്നെ താങ്ങിയ നാമമേ എന്നെ സ്തുതിക്കുവാൻ ഇന്നമില്ലാത്ത കൃപകളിനാ ഇന്നയോളം എന്നെ താങ്ങിയ നാമമേ ഇന്നയോളം എന്നെ താങ്ങിയ നാമമേ ഇന്നയോളം എന്നെ താങ്ങിയ നാമമേ. Hallelujah. Thank you, Jesus. Hallelujah. Thank you, Jesus. Thank you, Father Jesus. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് നല്ലവൻ വിശ്വസ്തൻ കർത്താവേ. ഓ ജീസസ്, ഹല്ലേലൂയ. പ്രൈസ് യു ഫാദർ. പ്രേമഗീതമാ യേശുനാഥനീ എൻ പ്രേമഗീതമാ യേശുനാഥനീ എൻ ജീവനേ എനിക്ക് എൻ ജീവനേക്കാളും നീ വലിയതാണെനിക്ക് എൻ പ്രേമഗീതമാ എൻ യേശുനാഥനീ
എൻ പ്രേമഗീതമാ എൻ യേശുനാഥാ നീ എൻ ജീവനേക്കാളും നീ വലിയതാൻ എനിക്ക് എൻ ജീവനേക്കാളും നീ വലിയതാൻ എനിക്ക് ആരാധന 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 യേശുവിൻ ആരാധന 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 തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ എൻ യേശുവേ ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചേരുന്നു ഓ ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചേരുന്നു ആരാധന 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 യേശുവിൻ ആരാധന 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 അങ്ങേ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ഓ ആർക്കുമേ അങ്ങേ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ഓ ആർക്കുമേ സ്നേഹമേ പ്രേമമേ നിന്നിൽ ഞാനും ചാരുന്നു ഞാൻ ഓ സ്നേഹമേ പ്രേമമേ അങ്ങേ മാറിൽ ചേരുന്നു ഞാൻ ആരാധന 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 യേശുവിൻ ആരാധന 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 യേശുവിൻ ആരാധന 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 യേശുവിൻ ആരാധന 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 Thank you, Jesus. We worship you, Father. നമുക്ക് ചൂടെ പാടുവാൻ പറ്റുമോ? നമ്മുടെ കർത്താവിനെ പാടുവാൻ സാധിക്കുമോ? ആരാധന 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 ആരാധന
യേശുവിൻ ആരാധന 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 താങ്ക് യു ജീസസ്. കർത്താവേ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ ഞങ്ങൾക്ക് നല്ലൊരു അവസരം ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ഭാഗ്യം എത്ര വലുതാണ് കർത്താവേ. അങ്ങയെ സ്തുതിക്കുവാൻ, അങ്ങയെ ആരാധിക്കുവാൻ, അങ്ങയുടെ വലിയ പ്രസൻസ് അനുഭവിക്കുവാൻ. സ്തോത്രം. ആരാധനയിൽ കർത്താവേ അവൻ ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഞങ്ങളുടെ ഹല്ലേലൂയ വിടുതലുണ്ടാകുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ പുകഴ്ചയ്ക്കും സ്തോത്രം. ഞങ്ങൾ നന്ദി പറയേണ്ട കർത്താവേ. സ്തോത്രം. ദൈവകരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ സൂമിലൂടെ ന്യൂയോർക്കിലുള്ള ഞങ്ങളുടെ ചർച്ചിനോടുകൂടി ഒരുമിച്ച് ആരാധിക്കുവാൻ ദൈവം തന്ന അവസരം വലുതായി ഞങ്ങൾ എണ്ണുന്നു. സ്തോത്രം. ഞങ്ങൾ പലപ്പോഴും ഈ ചർച്ചിനെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ 5 വർഷക്കാലം ഈ ചർച്ചിനെ നിലനിർത്തിയ ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുകയാണ്. സ്തോത്രം. പ്രത്യേകിച്ച് ജോർജ് ഉടിച്ചാനും ഷേളമമ്മയ്ക്കൊക്കെ അവർ ലീഡ് ചെയ്യുന്ന ഈ ചർച്ചിനോടൊപ്പം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ആരാധിക്കാൻ തന്ന അവസരം വലുതായി ഞങ്ങൾ എണ്ണുന്നു. ഇന്ന് നമുക്ക് നമ്മുടെ കൂടെ നമ്മുടെ മ്യൂസിഷ്യൻസിനെ ഞാൻ പരിചയപ്പെടുത്തുന്നു. കെനി ബേസ് പ്ലേ ചെയ്യുന്നു, ഡ്രം ബ്ലസൻ, ജീൻ ഓൺ ലീഡ് ഗിറ്റാർ ആൻഡ് കീ ജോർ. ഇത്രത്തോളം ഞങ്ങൾക്ക് ഒരുമിച്ച് ഇങ്ങനെ അവസരം തന്ന ദൈവത്തിനും ഈ ചർച്ചിനോടുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ലൈവ് ഏറ്റെടുക്കാം. സ്തോത്രം. താങ്ക് യു എബി. താങ്ക് യു എബി. എബിയുടെ മോളാണ് കൂടെ പാടിയത്, ഹന. താങ്ക് യു. നമുക്കൊരു സങ്കീർത്തന ഭാഗം വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം. സ്തോത്രം. 103 സങ്കീർത്തനം വായിക്കുന്നു. സങ്കീർത്തനം 103. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവ സകല പീഡിതന്മാർക്ക് വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. അവൻ തന്റെ വഴികളെ മോശയെയും തന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദേയമുള്ളവൻ തന്നെ. അവൻ എല്ലായ്പ്പോഴും ഭർഷിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മളോട് അകറ്റിയിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവന് ഓർക്കുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അത് ഇല്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല. യഹോവയുടെ ദയയോ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവന്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവന്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞയനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവന്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. അവന്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവന്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുവീൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. നമ്മുടെ ജീവിതത്തില് ദൈവം ചെയ്തിരിക്കുന്ന നന്മകള് ഒന്നും മറന്നു പോകാതെ
ദൈവത്തെ സേവിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഈ മീറ്റിംഗിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തില് വന്ദനം അറിയിക്കുന്നു. ഈ കൂട്ടായ്മയോടുള്ള ബന്ധത്തില് ഈ സൺഡേയിലെ ആരാധന തുടങ്ങിയിട്ട് 5 വർഷം ആകുന്നതായ ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം ഒരുക്കിയ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം ദൈവം സഹായിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വാക്യം പെട്ടെന്ന് വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ഫിലിപ്പി ലേഖനം അതിന്റെ ഫിലിപ്പിയർ 3:12 മുതലുള്ള വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു. ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു എന്നുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നുവെന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിന്നിലുള്ളത് മറന്നും മുമ്പിലുള്ളത് ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ബിരുദനായിട്ട് ലാക്കിലേക്ക് ഓടുന്നു. വളരെ പരിചിതമായ വാക്യമാണ്. ഞാൻ കൂടുതൽ സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നതായ 3 കാര്യങ്ങള് പെട്ടെന്ന് ചൂണ്ടിക്കാണിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. നമ്മളെ തന്നെ ഒന്ന് സ്വയപരിശോധന ചെയ്യുവാൻ, നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കേണ്ട കാര്യങ്ങളൊക്കെ ഒഴിവാക്കുവാൻ, ഒരു പുതിയ ദൃഢനിശ്ചയത്തോടുകൂടി മുമ്പോട്ട് പോകുവാൻ ഈ ആനിവേഴ്സറി ആയിരിക്കുന്ന ഈ ദിവസം ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ, നമ്മളെ അതിനുവേണ്ടി ദൈവം കൃപ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലനോട് പറയുന്നത്, ഞാൻ പിടിച്ചിരിക്കുന്നുവെന്ന് നിരൂപിക്കുന്നില്ല. അപ്പോസ്തലനെ ഒത്തിരി പ്രശംസിപ്പാനായിട്ട് ഒത്തിരി വകയുള്ള ആളാണ്. 1-ാം നൂറ്റാണ്ടില് ആ സഭയുടെ വ്യാപനത്തിന്, സഭയുടെ സ്ഥാപനത്തിന് പരിശുദ്ധാത്മാവ് ഏറ്റവും ശക്തമായിട്ട് ഉപയോഗിക്കപ്പെട്ടതാണ് പൗലോസ്ലീഹ. വളരെ ശക്തമായിട്ട് ഉപയോഗിക്കപ്പെട്ടതായ അനേക സ്ഥലങ്ങളിൽ, ഈ റോമൻ സാമ്രാജ്യത്തിന്റെ അനേക ഇടങ്ങളിൽ പോയി സഭകൾ സ്ഥാപിച്ച് ആയിരക്കണക്കിന് ആൾക്കാരെ ക്രിസ്തുവിന്റെ സുവിശേഷത്തിലേക്ക്, ക്രിസ്തു മാർഗത്തിലേക്ക് തിരിച്ചവനായ ആ പൗലോസ് പറയുകയാണ്, എനിക്ക് പ്രശംസിക്കാനൊന്നുമില്ല, എനിക്ക് പിടിച്ചിരിക്കുന്നുവെന്ന് നിരൂപിക്കുവാനൊന്നുമില്ല എന്നാണ് അപ്പോസ്തലനോട് പറയുന്നത്. ഒരു മിഷൻ അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ ഒന്ന് കംപ്ലീറ്റ് തന്റെ പ്രായം ആയിരിക്കുന്ന ഒരു സമയത്താണ് ഇത് പറയുന്നത്. ഞാൻ കുറെയൊക്കെ ചെയ്തു എന്ന് ഞാൻ നിരൂപിക്കുന്നില്ല, ഇനി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. വി ഹാവ് നോട്ട് അറൈവ്ഡ് ദെയർ യെറ്റ്. ഇത്ര നമ്മൾ അക്കംപ്ലീഷ് ചെയ്തിട്ടില്ല. ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, അതെല്ലാം അക്കംപ്ലീഷ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ചെന്നിട്ടില്ല എന്നാണ് പൗലോസ് പറയുന്നത്. പ്രശംസിക്കാനൊന്നുമില്ല, ഞാൻ പിടിച്ചിരിക്കുന്നുവെന്ന് നിരൂപിക്കുന്നില്ല, നമ്മൾ ചെല്ലേണ്ടതായ സ്ഥാനത്ത് ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല, ഞാൻ പൂർണ്ണനല്ല, ഞാനിപ്പോഴും വളരുന്നവനാണ്, എനിക്കിനി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനുണ്ട് എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. നമുക്ക് ഒരു നിമിഷം നമ്മുടെ പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയാൽ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മളെ ദൈവം നടത്തിയ വഴികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയല്ലാതെ നമുക്കൊന്നുമില്ല. എന്തുകൊണ്ട്? നമ്മളൊന്നും ആയിട്ടില്ല. എന്നാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മുമ്പോട്ട് പോകുവാനുണ്ട്, ഒത്തിരി പടികൾ മുമ്പോട്ട് ചവിട്ടുവാനുണ്ട്. അതിന്റെ ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രത്തോളം നടത്തിയവനായ ദൈവത്തെ നാം സ്തുതിക്കുകയും ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാനും ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഞാനോ അല്ലെങ്കിൽ ഷേർലിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോ മാത്രം നടത്തുന്നതായ ഒരു പ്രവർത്തനമല്ല, നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്നതായ ഒരു പ്രവർത്തനമാണ് അത്. എനിക്കോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും ഇതിനെ പ്രശംസിക്കാനില്ല. ദൈവത്തിന്റെ നാമത്തിന് മാത്രം മഹത്വം എടുക്കേണ്ടതിന് നമ്മുടെ ഒരുമിച്ചുള്ള കൂട്ടായ്മയായിട്ടുള്ളതായ പ്രവർത്തനം തുടർന്നും അനുഗ്രഹമായിട്ട് മുമ്പോട്ട് പോകാൻ സഹായിക്കട്ടെ. അതുകൊണ്ട് പുസ്തകം പറയാണ്, ഞാൻ മുമ്പോട്ട് പോവുകയാണ്, ഇനിയും എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. അത് തന്നെയാണ് നമുക്കും പറയുവാനുള്ളത്. നമ്മുടെ കാര്യങ്ങൾ തീർന്നിട്ടില്ല. നമ്മൾ എന്നിട്ട് പറയുകയാണ്, എലിമിനേറ്റ്, ഒഴിവാക്കിക്കൊണ്ട്. പഴയ കാലത്ത് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടായിരിക്കാം. നമ്മൾ ചെയ്യേണ്ടതുപോലെ ആഗ്രഹിച്ച രീതിയിലൊക്കെ ചെയ്യുവാൻ സാധിച്ചില്ലായിരിക്കാം. എന്നാൽ അതൊന്നും നോക്കിയിരിക്കുവാനല്ല, എനിക്ക് നമുക്ക് മുമ്പോട്ട് ഒരു വലിയ യാത്ര ചെയ്യുവാനുണ്ട്. നമ്മുടെ ജീവിതത്തിലെ വന്നതായ പരാജയങ്ങളെ ഓർത്ത് ദുഃഖിച്ചിരിക്കുവാൻ നമുക്ക് സമയമില്ല, അല്ലെങ്കിൽ പോരായ്മകളെ ഓർത്ത് ദുഃഖിച്ചിരിക്കുവാൻ സമയമില്ല. നമുക്ക് മുമ്പോട്ട് പോകണം, വളരെ ശീഘ്രത്തോടുകൂടി മുമ്പോട്ട് പോകേണ്ടതായ ഒരു കാലഘട്ടത്തിലാണ് വന്നിരിക്കുന്നത്. നമ്മൾക്ക് അക്കംപ്ലിഷ് ചെയ്തതായ അല്ലെങ്കിൽ നമ്മുടെ സക്സസിനെ ഓർത്ത് നമുക്ക്
മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല. ആ സക്സസ് ഒക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് പറയുവാനാണെങ്കിൽ പല കാര്യങ്ങൾ പറയുവാനുണ്ടായിരിക്കും. 5 വർഷം നന്നായിട്ട് പോയി, സഭ നന്നായിട്ട് പോകുന്നു, അനേകര് പലര് രക്ഷിക്കപ്പെടുവാനിടയായി, പലര് സ്നാനപ്പെടുവാനിടയായി, നമ്മുടെ പ്രാർത്ഥനകൾക്ക് പലതിനും മറുപടി ലഭിക്കുവാനിടയായി. എന്നാൽ അതിലൊന്നും കൊണ്ട് തൃപ്തിപ്പെടുവാനിടയാകാതെ നാം പിടിച്ചിരിക്കുമെന്നൊന്നും അല്ലെങ്കിൽ നാം എന്തെങ്കിലും ചെയ്തിരിക്കുന്നുവെന്ന് നിരൂപിക്കുവാതെ അത് മുമ്പോട്ട് പോകാൻ നമ്മളെ സഹായിക്കുമാറാകട്ടെ. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി ഞാൻ ദൈവങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. പെട്ടെന്ന് ഒരു കഥ വായിച്ച ഒരു കഥയുടെ ഒരു ഭാഗം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഗ്രീക്കില് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീക്കില് ജീവിച്ചിരുന്നായ ഒരു വലിയൊരു ചിത്രകാരൻ ഉണ്ടായിരുന്നു. ആ ചിത്രകാരന് വളരെ തന്റെ മാസ്റ്ററുടെ അടുത്ത് തന്റെ ട്രെയിൻ ചെയ്യുന്നതായ ആ വ്യക്തിയുടെ അടുത്ത് അനേക വർഷങ്ങൾ പഠിച്ച് ഒരു ചിത്രകാരനായി തീർന്നു. നല്ലൊരു ചിത്രകാരനായിട്ട് തന്റെ ഭാവനയിലുള്ള വളരെ മനോഹരമായ ഒരു ചിത്രം താൻ വരച്ചു. ആ ചിത്രം വരച്ചിട്ട് പല ദിവസങ്ങൾ അതിൽ നിന്നുകൊണ്ട് വളരെ അത്ഭുതത്തോടുകൂടി കൗതുകത്തോടുകൂടി അപ്പോൾ നിൽക്കുവാനിടയായി തീർന്നു. എനിക്ക് ഇത്രയും ചെയ്യുവാനായിട്ട് സാധിച്ചല്ലോ, എന്റെ വർക്ക് ഇത്രയും മനോഹരമായിരിക്കുന്നുവല്ലോ, ഇത്രയും ഭംഗിയായിരിക്കുന്നുവല്ലോ എന്നോർത്ത് അദ്ദേഹം വളരെ ചിന്തിക്കുവാനും അല്ലെ സന്തോഷിക്കുവാനിടയായി. എന്നാൽ ഒരു ദിവസം തന്റെ സ്കൂളിലേക്ക് തന്റെ മാസ്റ്ററുടെ അടുത്തേക്ക് മടങ്ങി വന്നപ്പോൾ ആ ചിത്രം മുഴുവൻ വെട്ടി കളഞ്ഞിരിക്കുന്നതായിട്ട് അല്ലെങ്കിൽ അതിന്റെ മുകളിൽ പെയിന്റ് അടിച്ച് അത് കളഞ്ഞിരിക്കുന്നതായിട്ട് തനിക്ക് കാണുവാനിടയായി തീർന്നു. താൻ പെട്ടെന്ന് പേടിച്ചുപോയി, അല്ലെങ്കിൽ തന്നെ ഭയപ്പെട്ടു, നിരാശപ്പെട്ടു. ഞാൻ ഇത്രയും മെനക്കെട്ടിട്ട് ഇത്രയും ഭംഗിയായിട്ട് ഒരു ചിത്രം വരച്ചിട്ട് അത് എന്തിനു പറ്റിയെന്ന് ഓടിച്ചെന്ന് തന്റെ മാസ്റ്ററുടെ അടുത്ത് ചോദിച്ചപ്പോൾ തന്റെ ഗുരുവിന്റെ അടുത്ത് ചോദിച്ചു പറഞ്ഞു, പേടിക്കേണ്ട, ഞാൻ തന്നെയാണ് അത് ചെയ്തത്, ഞാനത് വായിച്ചു കളഞ്ഞതാണ്, ഞാനത് ക്രോസ് ഔട്ട് ചെയ്തതാണ്, ഞാൻ തന്നെയാണ് ചെയ്യിച്ചത്. നിനക്ക് ഇതിലും നല്ലത് ഇത്രയും നീ വരച്ചത് നല്ല ചിത്രമാണ് വരച്ചത്, അത് നിന്റെ ട്രെയിനിങ് ആയിരുന്നു, നിന്നെ ഒരു നല്ലൊരു ചിത്രകാരനാക്കുവാൻ വേണ്ടിയുള്ളതായ ഒരു ട്രെയിനിങ് പീരീഡ് മാത്രമായിരുന്നു. നിനക്ക് ഇത് വരച്ച് ഞാനിത് വെട്ടിക്കളഞ്ഞതിന്റെ ഉദ്ദേശം നിനക്ക് ഇതിലും നന്നായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നിനക്ക് വീണ്ടും തുടങ്ങുക, സ്റ്റാർട്ട് അഗൈൻ, നിനക്ക് നന്നായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കും, നിനക്ക് വളരെ മനോഹരമായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കും എന്ന് പറയുവാനിടയായി തീർന്നു. ആ ചിത്രകാരൻ തന്റെ ഗുരുവിന്റെ വാക്ക് കേട്ടു. അത് വേറൊരു മനോഹരമായ ചിത്രം വരയ്ക്കുവാനായിട്ട് തുടങ്ങി. അത് ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതായ ഒരു ചിത്രമായിട്ട് മാറുവാനായിട്ടിടയായി തീർന്നു. ഞാൻ പറഞ്ഞതിന്റെ സാരം, നമ്മൾ എന്തെങ്കിലും ചെയ്തുവെന്ന് ഓർത്ത് തൃപ്തിപ്പെട്ട് സന്തോഷിച്ചിരിക്കുവാനല്ല, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. അതിനുവേണ്ടി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ ഒന്നും ചെയ്തുകൊണ്ടും നിരൂപിക്കുന്നില്ല, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവപുള്ളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടും. ഞാൻ മുമ്പിലോട്ട് ഓടുകയാണ്. നമുക്കിവിടെ നിൽക്കുവാനുള്ള സ്ഥലമല്ല, നമുക്ക് ഒത്തിരി ദൂരെ യാത്ര ചെയ്യുവാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. പരമവിളിയുടെ ലാക്കിയതിനായിട്ട് ലാക്കിലേക്ക് ഓടുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുകയാണ്, വലിയൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുകയാണ്, വലിയൊരു വേലയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുകയാണ്. നമ്മളെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് ആ വേലയുടെ മുമ്പോട്ട് പോകുവാൻ നമ്മളെ വിളിച്ചിരിക്കുന്ന ആ വിളിക്ക് യോഗ്യമാമടെ നടന്നുകൊണ്ട് ആ പരമവിളിയുടെ വിരുദ്ധനായിട്ട് ലാക്കിലേക്ക്, ലക്ഷ്യത്തിലേക്ക് ഓടുവാൻ നമുക്ക് ദൈവം കൃപ തരുമാറാകട്ടെ. അനേക ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 1000 ആത്മാക്കളെ ദൈവം തരുമാറാകട്ടെ. നമുക്ക് ആവശ്യമായ സ്ഥലം തരുമാറാകട്ടെ, സ്വന്തമായി ബിൽഡിംഗ് തരുമാറാകട്ടെ, മറ്റു സൗകര്യങ്ങളൊക്കെ തരുമാറാകട്ടെ. അത് എപ്പോൾ വരും, അതൊക്കെ വരും, അതിന്റെ സമയത്ത് വരും. അതിനാൽ നമ്മുടെ ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ വിരുദ്ധനായിട്ട് മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. തുടർന്ന് ചില വ്യക്തികള് ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിനോടുള്ള ബന്ധത്തിൽ തങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുവാനായിട്ട് അല്പസമയം എടുക്കുകയാണ്. മേഴ്സി, സിസ്റ്റർ മേഴ്സി. ഗ്രേസി സിസ്റ്റർ തുടങ്ങിയാട്ടോ. ഗ്രേസി സിസ്റ്റർ. മേഴ്സി മാമയുണ്ട്, മ്യൂട്ടിലാണോ? മേഴ്സി മാമയല്ല, മേഴ്സി മാത്യു. ഗ്രേസി സിസ്റ്റർ. ഓക്കെ, കേക്കാമോ? കേക്കാമോ? കേക്കാം. ഓക്കെ, ഞാന് മേഴ്സി. പിന്നെ ഞാൻ ഈ പ്രാർത്ഥനയിൽ വരാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3-4 വർഷമായി കാണും. ഇങ്ങനെ ആദ്യമേ ഇങ്ങനെ ഒരു അവസരം തന്ന ഷേർലി സിസ്റ്ററിനും ജോർജ് കുട്ടി പാസ്റ്ററിനും ഒത്തിരി നന്ദി പറയുന്നു.
എനിക്ക് ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാല് ഷേർലി സിസ്റ്റർ പറയും യാദൃച്ഛികമായിട്ടാണ് ഷേർലി എന്നെ കണ്ടതെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് വെൽ പ്ലാൻഡ് ആയിരുന്നു, ദൈവത്താൽ പ്ലാൻഡ് ആയിരുന്നു. നമ്മള് യോസഫിന്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ജോസഫിനെ സഹോദരന്മാര് കൊല്ലാൻ പോയി ഒരുങ്ങുമായിരുന്നു. പക്ഷെങ്കില് ആ സമയത്ത് ദൈവം ഒരു അടിമ വേലക്കാരെ വാങ്ങിക്കുന്നവരെ അതുവഴി അയച്ചു. അത് ആ മൂത്ത സഹോദരന്റെ കണ്ണിൽ പെടാനും അങ്ങനെ നമുക്കെല്ലാം കഥ അറിയാം, അതിന് വഴി തിരിയാനും ഇടയായി എന്ന് പറഞ്ഞതുപോലെ ദൈവത്താൽ എനിക്ക് എന്റെ ജീവിതത്തില് ഇതൊരു വെൽ പ്ലാൻഡ് ആയിരുന്നു. ദൈവം ഇതുവഴി ഈ പ്രാർത്ഥനയിൽ എന്നെ കൊണ്ടുവന്നു. അതെനിക്ക് ഞാൻ എന്റെ ജീവിതത്തിൽ തകർന്നു പോകാവുന്ന അവസരങ്ങൾ വന്നപ്പോൾ എനിക്കത് എന്തുവാ ഒരു തൂണായിട്ട് നിന്നത്, ഞാൻ വീണു പോകാതെ തൂണായിട്ട് നിന്നതിന് മുഖാന്തരമായി. ഞാൻ ചെറുപ്പം മുതലേ ദൈവവുമായിട്ട് അടുത്ത് ജീവിച്ച ഒരു വ്യക്തിയാണ്. എന്നാൽ ഈ പ്രാർത്ഥനയിൽ വന്നു കഴിഞ്ഞ് പിന്നെ ആദ്യം എന്റെ ആത്മീയ നില എന്ന് പറഞ്ഞാൽ ഞാനൊരു ഫസ്റ്റ് ഗ്രേഡിലായിരുന്നെങ്കിൽ ഇപ്പം ഞാനൊരു 10th ഗ്രേഡ് ആയ ഒരു ഫീലിംഗ് എനിക്ക്. അത് ഒരു +2-ലും അണ്ടർ ഗ്രാജുവേറ്റിലും ഗ്രാജുവേറ്റിലും ഒക്കെ വരാനായിട്ട് ആഗ്രഹമുണ്ട്. പിന്നെ എന്തെങ്കിലും മനസ്സിനൊരു വിഷമം വരുമ്പം ഷേർലിയെ വിളിക്കും. ഷേർലി അന്നേരം തന്നെ വീട്ടിൽ വരും. അതൊക്കെ എന്ന് പറഞ്ഞാല് പ്രൈസ്ലെസ് അതൊക്കെ. അത് ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് ആ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. ഈ പ്രാർത്ഥന മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഷേർലി സിസ്റ്ററിനും ജോർജ് പാസ്റ്ററിനും ദൈവം ആയുസ്സും ആരോഗ്യവും നൽകട്ടെ. വളരെ വളരെ വളർന്ന് അനേകർ ഈ പ്രാർത്ഥനയിൽ വരാനും അനേകർക്ക് ഈ പ്രാർത്ഥന ഒരു പ്രയോജനമായി തീരുവാനും ദൈവം ഈ പ്രാർത്ഥനയെ അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം തന്ന ഷേർലി സിസ്റ്ററിനും ജോർജ് പാസ്റ്ററിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എനിക്ക് ജോലിയാണ്, ഞാൻ ജോലിക്ക് പോവുകയാണ് കേട്ടോ. ഗ്രേസി സിസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. വലിയവനായ ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇങ്ങനെ ഒരു അവസരം ദൈവസന്നിധിയിലായിരിക്കാൻ, ഒരു വിശുദ്ധ ദിവസത്തിന്റെ വൈകിയ സമയത്ത് ക്രിസ്ത്യൻ പ്രയർ സെന്ററിലൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവായ വലിയ ദൈവം എന്നെ ഒരുക്കി ആ പാദപീഠത്തില് ഇരിപ്പാൻ ദൈവം തന്ന വിലയേറിയ അവസരത്തിനായിട്ട് 1000 നന്ദിയും സ്തോത്രവും കരയറ്റുകയാണ്. ഈ ക്രിസ്ത്യൻ പ്രയർ സെന്ററിന്റെ ഭാഗമായി മെമ്പറായി ഏകദേശം 4 വർഷത്തിലധികമായിട്ട് എനിക്കും ആ പ്രയറിനും വെനസ്ഡേ പ്രയറിനും സൺഡേയിലെ പല പ്രാർത്ഥനകൾക്കും ഒക്കെ കടന്നു പോകാൻ ദൈവം എനിക്ക് കൃപ തന്നു. അതിനെ മുഖാന്തരങ്ങളെ ഒരുക്കി. അതിനായിട്ടൊക്കെ ദൈവത്തിന് 1000 നന്ദി പറയുന്നു. എന്റെ നാമമോ അതിന് ആ ക്രിസ്ത്യൻ പ്രയർ സെന്ററിന്റെ നാമം ഉയർത്തുവാനായി ഞാൻ ആഗ്രഹിക്കുന്നില്ല. വലിയവനായ ദൈവത്തിന്റെ നാമം മാത്രം ഉയരണമെന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ആ പാദപീഠത്തില് സമർപ്പിക്കുന്നു. അതിന് മുഖാന്തരങ്ങളെ, അതിന് റൈഡ് തന്നവരൊക്കെ ഉണ്ട്. അതിനൊക്കെ ആ സന്തോഷത്തോടെ ദൈവനാമത്തില് നന്ദി അറിയിക്കുന്നു. എന്നെ ടച്ച് ചെയ്ത ഒരു സംഭവം, ഒരു ചെറിയ സംഭവം മാത്രം, എന്റെ ജീവിതത്തിൽ വളരെയധികം ടച്ച് ചെയ്ത ഒരു സംഭവം എന്റെ ഓർമ്മയിൽ വന്നത് ഞാൻ അതൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 2017 ഫെബ്രുവരി 26 അതായത് ലാസ്റ്റ് സൺഡേയില് ഞാൻ ഇവിടുത്തെ ക്രിസ്ത്യൻ പ്രയർ സെന്ററിലെ ചർച്ച് സർവീസിന് പോകാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. ഞാൻ വളരെ ഭാരത്തോടും പ്രയാസത്തോടും കൂടി ആണ് ആരാധനയ്ക്ക് കടന്നു ചെന്നത്. എന്തോ ആ ഭാരം എന്തോ ആയിരുന്നെന്നോ സങ്കടം എന്തായിരുന്നെന്നോ എനിക്ക് പൂർണ്ണമായിട്ട് അറിയത്തില്ല. പക്ഷെ ഞാൻ ആരാധനയിൽ സംബന്ധിച്ചു. അന്ന് വേറെ വിസിറ്റിംഗ് പാസ്റ്റേഴ്സ് ആരും ഇല്ലായിരുന്നു. ജോർജ് യൂട്ടി പാസ്റ്റർ തന്നെയായിരുന്നു മെസ്സേജ് തന്നത്. ആ മെസ്സേജില് എനിക്ക് വളരെയധികം എനിക്ക് വിടുതലോ എന്റെ മനസ്സിനൊരു ഭാരം ഒഴിഞ്ഞതായിട്ട് ഞാൻ കടന്നു വന്നു. ഞാൻ ആരാധന കഴിഞ്ഞതിന് ശേഷം ജോർജ് യൂട്ടി പാസ്റ്ററിന്റെ അടുത്ത് എന്ന് പറഞ്ഞു, എനിക്ക് ഇന്നത്തെ വചനം വളരെ എൻകറേജ്മെന്റ് ആയിരുന്നു. എനിക്ക് എന്തോ ഭാരമുള്ളിൽ ഉണ്ടായിരുന്നു, അതിനൊരു വലിയ വിടുതലായി എന്ന് ഞാൻ പറഞ്ഞു. അത് ജോർജ് പാസ്റ്റർ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ആ സംഭവം ഇന്നത്തെ പോലെ എന്റെ മനസ്സിൽ കൂടെ തെളിഞ്ഞു വരുന്നുണ്ട്. അതിനുശേഷം 2 ദിവസത്തിന് ശേഷം വെനസ്ഡേ മോർണിംഗ്, അതായത് മാർച്ച് 1 എന്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിവസമാണ്. അന്ന് ഞാൻ മരണത്തെ മുഖാമുഖമായി കണ്ട ദിവസമാണ്. എനിക്ക് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് എന്റെ ജോലി സ്ഥലത്തു നിന്ന് എന്നെ എമർജൻസി ആയിട്ട് ലോങ് ആൽജൂഷ് ഹോസ്പിറ്റലിലേക്ക് രാവിലെ കൊണ്ടുപോയി. ഞാന് മരണക്കിടക്കയിൽ ഞാൻ മരണത്തോട് മല്ലടിച്ച ദിവസമാണ്. എന്റെ ഹാർട്ടിന്റെ മെയിൻ ആർട്ടറിക്ക് 90% ബ്ലോക്ക് ഉണ്ടെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അത്യാവശ്യമായിട്ട് സ്റ്റെന്റ് ഇടണമെന്ന് പറഞ്ഞു. എനിക്ക് കൺസെന്റ് പോലും സൈൻ ചെയ്യാൻ മേലാതെ അവസ്ഥയിലായിരുന്നു. എന്റെ മോള് കൂട്ടത്തിലുണ്ടായിരുന്നു, അവളാണ് കൺസെന്റ് പോലും സൈൻ ചെയ്തത്. ഹാർട്ട് അറ്റാക്കിന്റെ അവസ്ഥകളിലൂടെ ഒക്കെ പോയവർക്കറിയാം ആ അതിവേദനയിലൂടെ കടന്നു പോകുന്ന ഈ അവസ്ഥ.
എനിവേ മരണഭാഷങ്ങൾ ആ സങ്കീർത്തനം 18 പറയുന്നത് പോലെ മരണഭാഷങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു, പാതാള ഭാഷങ്ങൾ എന്നെ വളഞ്ഞു, മരണത്തിന്റെ കെണികളും എന്നെ തുടർന്നു പിടിച്ചു. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. തിരുമുൻപിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിലെത്തി. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ലോർഡ്. ആ മരണക്കിടക്കയിൽ കിടന്ന് ഞാൻ എന്റെ കർത്താവിന്റെ കരത്തിലേക്ക് ഒരിക്കൽ കൂടെ ഞാൻ ഏൽപ്പിച്ചു. മുഖാമുഖം മരണത്തെ മുഖാമുഖം കണ്ടു. എന്റെ ശരീരാത്മദേഹികളെ, എന്റെ ദേഹത്തെയും ദേഹിയെ ആത്മാവിനെയും എന്റെ കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് ഞാൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ എന്റെ കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കും. മരിക്കുന്നുവെങ്കിൽ എനിക്ക് നിത്യം നഷ്ടപ്പെടാതെ ദൈവസന്നിധിയിൽ എത്തണം എന്ന് കർത്താവിന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു. എന്നെ തന്നെ സമർപ്പിച്ചു. അതിനുശേഷം 2 വർഷം കൂടി കർത്താവ് എനിക്ക് ജോലി ചെയ്യുവാൻ ആയുസ് ആരോഗ്യം തന്നു. ഇന്നിപ്പോൾ കഴിഞ്ഞ വർഷം കൃപയാൽ നവംബറിൽ റിട്ടയർമെന്റ് ആയി. ഇന്നും ആരോഗ്യത്തോടെ ബലത്തോടെ ജീവിക്കുന്നു. ദൈവം തന്ന ആയുസിന് ആരോഗ്യത്തിനായിട്ടൊക്കെ നന്ദിയോടെ സ്തോത്രം. അനേക പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ വന്നു. ഇപ്പോൾ അൺസ്പോക്കൺ ആയിട്ടും സ്പോക്കൺ ആയിട്ടും ഒക്കെ പറഞ്ഞ വിഷയങ്ങൾക്ക് ദൈവം മറുപടി തന്നിട്ടുണ്ട്. ആ 2 മണിക്കൂർ വെനസ്ഡേ പ്രയറിനാണേലും എപ്പോഴാണെങ്കിലും, ഇപ്പോഴാണെങ്കിൽ മാർച്ച് തൊട്ട് ആഴ്ചയിൽ 4 ദിവസം പ്രാർത്ഥനയുണ്ട്. അപ്പോഴൊക്കെയും ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കുന്നു. ദൈവം ഇങ്ങനെയൊക്കെ ഒരുക്കി തന്ന ക്രിസ്ത്യൻ പ്രയർ സെന്ററിനോടും പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളോടുമുള്ള നന്ദിയും സ്നേഹവും ദൈവനാമത്തിൽ ഒരിക്കൽ കൂടി അറിയിക്കും. താങ്ക് യു. താങ്ക് യു. ഷൈച്ചൻ. കേൾക്കാമല്ലേ? കേൾക്കാമോ? സ്തോത്രം. ദൈവനാമസ്തപ്പെടുമാറാകട്ടെ. ഞാന് രക്ഷിക്കപ്പെട്ടതാണ് നേരത്തെ. അതിനുശേഷം സ്നാനപ്പെടുന്നത് 2016 ജൂലൈ മാസം 12-ാം തീയതിയാണ്. എനിക്ക് നേരത്തെ തന്നെ ഒരു പെന്തിക്കോസ്റ്റിലായിരുന്നുകൊണ്ട്, അതായത് 1970-കളിൽ, ഇപ്പോഴൊന്നും അല്ല, 70-കളിൽ കോസിലോട്ട് പോയതാണ്. ഞങ്ങൾ പിന്നെ മക്കളൊന്നും ഒന്നും പോയില്ലായിരുന്നു. സഹിച്ച ആൾക്കാരാണ്. ഞാൻ ആ കാര്യം ഞാൻ രാത്രിയിലൊക്കെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ അവസാനത്തെ ഞാൻ വന്ന് സ്നാനപ്പെടുന്നത്, ഏറ്റവും അവസാനം. ബാക്കി ഞങ്ങളെ മക്കളെല്ലാം കർത്താവിനെ അറിയാനും സ്നാനപ്പെടുവാനും കർത്താവിന്റെ പ്രമാണം അനുസരിക്കുവാനും കർത്താവിനൊക്കെ കൃപ തന്നു. ഒരിക്കൽ പോലും അമേരിക്കയിൽ വരണമെന്ന് ചെറുപ്പകാലങ്ങളിൽ ഒഴികെ പിന്നീട് ആഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കെയാണ് ഞാനിപ്പോൾ ഏകദേശം 3 വർഷമായിട്ട് ഇരുന്നതും. അങ്ങനെ എൻ്റെ മകനാണ് ആദ്യം കോയമ്പത്തൂർ വെച്ച് സ്നാനപ്പെടുന്നത്. ചോദിച്ചു, പപ്പായമ്മ കർത്താവിന്റെ വരവ് എടുത്തിരിക്കുന്നു, ഇത് കർത്താവിന്റെ പ്രമാണം, അപ്പോൾ ഇതനുസരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്നത് ഇതുകൊണ്ടൊന്നും നിത്യതയിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റത്തില്ല. അതിനുശേഷമാണ് ഞങ്ങൾ സ്നാനപ്പെടുന്നത്. അതിനുശേഷമാണ് 2016-ലാണ് ഞാനിവിടെ വരുന്നത്. സമയത്ത് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു വേർപെട്ട കൂട്ടായ്മ വേണം, ഈ പഴയതിലേക്ക് പോകാൻ കർത്താവെ ഒരിക്കലും എന്നെ അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകസ്മികമായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ആകസ്മികമല്ല, ദൈവം തിരഞ്ഞെടുത്തത്. ഞാനിവിടെ സ്ഥിരമായിട്ട് വരാൻ വേണ്ടിയും വന്നാൽ അത് ഞാനിപ്പോഴും പറയത്തില്ല. ഒരു ദിവസം വന്നു, കണ്ടു, പോയി, പിന്നെ എപ്പോഴേലും പിന്നീട് അങ്ങനെ അങ്ങ് പോകാം. അവിടെ പറയണമെന്നൊന്നുമില്ല. കാരണം ഞാൻ എൻ്റെ ഒരു പ്രത്യേക സ്വഭാവം എന്താണെന്ന് പറഞ്ഞാൽ, ഉപദേശമായിട്ട് ആര് സംസാരിച്ചാലും ഞാനത് അംഗീകരിക്കത്തില്ല. കാരണം ഒരു വിഷയം പെന്തിക്കോസിലെ അന്നത്തെ ഉള്ള PM ഫിലിപ്പിന്റെയും ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, തുരുത്തിക്കാട്ട് അന്ന് ഒന്നുമില്ലാത്ത സമയത്ത് 12 വയസ്സുള്ളപ്പോൾ അവിടെ വന്നിരുന്ന് പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം ഞാൻ ഓർക്കുന്നുണ്ട്. അർമ്മഗദോൻ യുദ്ധത്തെക്കുറിച്ചും ഇതെല്ലാം കാണുമെന്ന് TV-യോ കറണ്ടോ ഒന്നുമില്ലാത്തൊരു സമയത്ത് അത് സിസ്റ്റർ മേരി ഒക്കെ പ്രസംഗങ്ങൾ ഞാൻ കേൾക്കാൻ പോകുമായിരുന്നു. എന്നാലും പിന്നീട് വന്ന് വളരെ സുഖകരമായിട്ട് ഒരു ബിസിനസ്സൊക്കെ ജീവിച്ച ഒരു സമയത്താണ് എനിക്ക് രോഗമോ എനിക്ക് ക്ലേശമോ എനിക്ക് സാമ്പത്തിക പ്രയാസമോ ഒന്നും വന്നിട്ടല്ല. ഒരുപക്ഷെ ഞാനിന്ന് വിചാരിക്കുന്നു പിതാക്കന്മാരുടെ ആ പ്രാർത്ഥനയായിരിക്കാം ഞങ്ങളെയും ദൈവത്തിലെങ്കിലും അടുപ്പിച്ചുകൊണ്ട് വന്നത്. ഇവിടെ വന്നു, നിങ്ങളുടെ കൂട്ടായ്മയിൽ വന്നു. ഇപ്പോൾ ഏകദേശം പറഞ്ഞല്ലോ 2016 എന്ന് തൊട്ടാ വന്നത്. ഷെർലിയും ജോർജ് കുട്ടി പാസ്റ്ററും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദൈവത്തിന് വേണ്ടി നിങ്ങൾ സമർപ്പിച്ച് ഇറങ്ങി, ദൈവം നിങ്ങളെ മാനിക്കും. എനിക്ക് ഒരു ഉപദേശം ഒരു മാത്രം നിങ്ങളോടുണ്ട്. ഉപദേശത്തിൽ നിന്ന് ഇന്ന് അത് ഞാൻ പറയാൻ മറ്റുമല്ല, ഒന്നുമല്ല, ഇന്ന് രക്ഷിക്കപ്പെട്ടവര് സ്വർഗത്തിൽ. കഴിഞ്ഞ ദിവസം ഷേർലി സിസ്റ്റർ അന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ, അതായത്
മദ്യപാനികൾ സ്വർഗത്തിൽ പോകും. ദൈവം ഇതെല്ലാം ക്ഷമിക്കും. എനിക്ക് അവരോട് പറയാനുള്ളത് ഒന്ന് രണ്ട് കാര്യമേ ഉള്ളൂ. മോശയുടെ കാര്യം എടുത്തു നോക്ക്. സംഖ്യ 20:12 പറയുന്നു, നീ അവിശ്വസിച്ചുകൊണ്ട് അവിടെ കടക്കത്തില്ലെന്നാണ് പറഞ്ഞത്. യഹെസ്കേൽ പ്രവചനം 14:16-18 ഉണ്ട്. നോഹ, ദാനിയേൽ, ഇയ്യോബ്, ഇവര് 3 പേര് എന്നാണ് ഞാൻ അവർ മാത്രമേ കടക്കുകയുള്ളെന്ന്. അങ്ങനെ പഴയ നിയമത്തിൽ അനേകം ശലോമോൻ കടന്നിട്ടില്ല. ദാവീദ് കടന്നില്ലെന്നല്ല ഞാൻ പറയുന്നത്. ദാവീദ് ചെയ്തത് കൊണ്ട് പോയപ്പോൾ ആ ചരിത്രമൊക്കെ നിങ്ങൾക്ക് അറിയാം, അവിടെ സമയമില്ലല്ലോ, അതുകൊണ്ടാണ് അവിടെ കഷ്ടതകളൊന്നും. ശലോമോന്റെ കാര്യം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ അവസരം ഒരുക്കി തന്ന നിങ്ങൾക്ക് എൻ്റെ എല്ലാ കോവിഡൊക്കെ വന്ന സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചു, നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങിച്ചിട്ടെങ്കിൽ ഞങ്ങൾ ദൈവത്തിന് 10,000 നടത്തുള്ള ശക്തി ഒരുപാടാകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സാക്ഷി അവസാനിക്കുന്നു. താങ്ക് യു. ഡെയ്സി സിസ്റ്റർ കേൾക്കാമോ? അൺമ്യൂട്ട് ചെയ്തേ. തരാം. അല്ലെങ്കിൽ അടുത്താണ് ജൂലി പറഞ്ഞു കഴിഞ്ഞിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യേ. അടുത്ത് വരാവേ ജൂലി. വൻക്രിയന്നിൽ നടന്നു കർത്തനന്റെ, ഞാനവന്റെ, താൻ വിളിച്ചു ഞാൻ പിറ്റെന്നു, സ്വീകരിച്ചു തൻ ശബ്ദത്തെ. ഭാഗ്യനാൾ ഭാഗ്യനാൾ, യേശു എൻ പാപം തീർത്ത നാൾ. കാത്തു പ്രാർത്ഥിക്കാനാക്കി താൻ, ആർത്തു ഘോഷിച്ചാനാക്കി താൻ. ഭാഗ്യനാൾ ഭാഗ്യനാൾ, യേശു എൻ പാപം തീർത്ത നാൾ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെല്ലാവരും ഒന്നിച്ചിന്ന് നമ്മുടെ 5th ആനിവേഴ്സറി ആഘോഷിക്കുന്ന ഈ സമയത്ത് ഈ ചർച്ചിനോടൊപ്പം ആയിരിക്കാൻ ദൈവം എന്റെ ജീവിതത്തിലും കൃപ തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഓൾമോസ്റ്റ് 40 വർഷത്തോളമായി ഞങ്ങൾ ഈ ചർച്ചിൽ മെമ്പേഴ്സ് ആയി കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ കർത്താവിന്റെ ജീവിതത്തിൽ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. തുടക്കത്തിലൊക്കെ വെനസ്ഡേ പ്രയർ മീറ്റിങ്ങിന് പോകുമ്പോൾ സൺഡേ പ്രയർ തുടങ്ങിയപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ, ഞാനും അച്ചാനും പറഞ്ഞു, നമുക്ക് നമ്മുടെ പള്ളി വിട്ടുള്ള കാര്യമൊന്നും വേണ്ട, ഇങ്ങനെ പോയി വന്ന്. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി ഒന്നും അല്ലായിരുന്നു. ദൈവം ആഗ്രഹിച്ചവരെ എത്തിക്കേണ്ട സ്ഥാനത്ത് എപ്പോഴായാലും ദൈവം കൊണ്ടെത്തിക്കും എന്നുള്ളൊരു എക്സാമ്പിളാണ് ഞങ്ങൾ രണ്ടും. കഴിഞ്ഞ 4 വർഷമായി കുടുംബമായിട്ട് കർത്താവിനെ ആത്മാവിനും സത്യത്തിനും ആരാധിപ്പാനും കർത്താവിന്റെ വചനപ്രകാരം ജീവിപ്പാനും കർത്താവ് ഞങ്ങൾക്ക് കുടുംബമായി തന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. 3 വർഷം മുമ്പ് ഞാൻ ജോർജാൻ എന്നെ സ്നാനപ്പെടുത്തി ചർച്ചില് 2 പ്രാവശ്യം എന്നോട് സാക്ഷി പറയാൻ എനിക്ക് അവസരം തന്നെങ്കിലും ഇച്ചിരി സ്റ്റേജ് ഫിയർ ഉള്ള ആളായതുകൊണ്ട് ഞാൻ അതിന് മുതിർന്നില്ല. എപ്പോഴും എക്സ്ക്യൂസ് പറഞ്ഞു. എന്നാൽ ഇന്ന് എല്ലാവരുടെയും മുമ്പിൽ കർത്താവിനെ ഉയർത്തുവാൻ ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ സ്നാനപ്പെടുമ്പോഴും എല്ലാ കാര്യവും ഞാൻ എൻ്റെ മമ്മിയോട് പറഞ്ഞിട്ടായിരുന്നു ചെയ്യുന്നത്. എന്നാൽ ഞാൻ മമ്മിയോട് പറഞ്ഞില്ല. മമ്മി ഒത്തിരി എതിര് നിൽക്കുന്ന ആളാണ്. മമ്മിയോട് ഞാൻ സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത്. ഇപ്പം പപ്പായ്ക്കും മമ്മിക്കും വേണ്ടിയും എൻ്റെ ബ്രദറിന് വേണ്ടിയൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരും ഈ രക്ഷ അനുഭവിപ്പാൻ, ഈ രക്ഷയിലേക്ക് വരുവാൻ, കർത്താവിന്റെ വചനപ്രകാരം കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ അവർക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അതുപോലെ ഈ പ്രാർത്ഥന വരുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി ഭയമുള്ള ആളാണ്. ഈവൻ അച്ചാച്ചൻ എപ്പോഴും പറയുന്ന പോലെ പുള്ളി ട്രാക്ട് കൊടുക്കാനൊക്കെ പോകുമ്പോൾ പുള്ളി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയമാന്ന്. പുള്ളി പോവാതിരിക്കാൻ വേണ്ടി ഞാൻ ഒത്തിരി ഹാർഡ് ടൈം കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് കയറി വരണ്ട, എവിടെയും റെന്റിനെടുത്ത് താമസിച്ചോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് ദേഷ്യം എന്ന് പറഞ്ഞാൽ അച്ഛനെ ആരെങ്കിലും ഉപദ്രവിക്കുമോ എന്നുള്ള പേടി കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പോലീസ് ട്രാക്ട് കൊടുക്കാൻ പോകുമ്പോൾ പോലീസ് പിടിച്ചാല് എന്നെ വിളിക്കില്ല, ജോർജാനെ വിളിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ എനിക്ക് ദൈവം ധൈര്യം തന്നു. അച്ചാച്ചൻ ഞാന് സൂസൻ ചേച്ചിയോടും ഷേൾ ചേച്ചിയോടും ഒക്കെ പ്രാർത്ഥിക്കാൻ പറയും. അതോടൊപ്പം ഞാനും കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും.
പോകുമ്പോ നേരത്തെ എനിക്ക് പോകുമ്പോ ഞാൻ ഓർക്കും ദൈവമേ ഇപ്പൊ പോലീസ് വന്ന് ബെല്ലടിക്കും, പുള്ളി ആരാണ്ട് ഷൂട്ട് ചെയ്തു അല്ലെ പുള്ളി ആരാണ്ട് അടിച്ചു എന്നൊക്കെ പറയും എന്ന് ഞാൻ ഉറങ്ങാൻ കിടന്നാലും ഉറങ്ങത്തില്ലായിരുന്നു. എന്നാൽ ദൈവം എനിക്ക് ഇപ്പൊ ഒത്തിരി ധൈര്യം തന്നു കർത്താവിനോട് കൂടുതൽ അടുക്കുവാനും. ഇപ്പൊ നമുക്ക് ജോർജ് വായിച്ചതുപോലെ പിൻപിലുള്ളതിനെ മറന്നുകൊണ്ട് മുമ്പിലുള്ളത് ആഞ്ഞുകൊണ്ട് ക്രിസ്തേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനുള്ള ലാക്കിലേക്ക് ഓടുന്നു. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. Thank you. This is Hey, sister. കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, താങ്ക് യു. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ക്രിസ്ത്യൻ പ്രയർ സെന്ററിന്റെ 5ാം വാർഷികമായി ഓൺലൈനിൽ കൂടി കൊണ്ടാടുന്ന ഈ വേളയിൽ കഴിഞ്ഞ 5 വർഷക്കാലം അതിശയകരമായി ഈ പ്രയർ ഗ്രൂപ്പിനെ നിലനിർത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രയർ ഗ്രൂപ്പിൽ അനേക ദേവദാസന്മാരിലൂടെയും ദൈവത്തിന്റെ അനുഗ്രഹീത വചനങ്ങൾ അയച്ച് അനേകരെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും നുറങ്ങിയിരിക്കുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസം പകരുകയും അനേകം പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി തരികയും ചെയ്യുന്ന ദൈവകൃപയോർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ ചർച്ചിന്റെ നിലനിൽപ്പിന് പുറകിൽ ഷേർലിയുടെയും ജോർജ് പാസ്റ്ററിന്റെയും കുടുംബത്തിന്റെയും നിരന്തരമായ ഹാർഡ് വർക്കും പ്രാർത്ഥനയും എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പ്രയർ ഗ്രൂപ്പിലുള്ളവർക്ക് തന്നെയല്ല, ഈ ദേശത്തിന് തന്നെ ഈ പ്രയർ ഗ്രൂപ്പിലുള്ള ഓരോ വിശ്വാസികൾക്കും മധ്യസ്ഥ പ്രാർത്ഥന എത്രയോ അനുഗ്രഹകരമാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ഈ ചർച്ചിലും പ്രയർ ഗ്രൂപ്പിലും പങ്കെടുക്കാറുണ്ട്. ഞാൻ പ്രയറിന് അപേക്ഷിച്ചിട്ടുള്ള പല വിഷയങ്ങൾക്കും ദൈവം അതിശയകരമായിട്ട് മറുപടി തന്നിട്ടുമുണ്ട്. അതിൽ 1-2 വിഷയങ്ങൾ ഇവിടെ പറയാതെ വയ്യ. ഞാൻ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്കത് വീണ്ടും പറയാനായിട്ട് ദൈവം എന്നോട് അഭ്യർത്ഥിക്കുകയാണ്. എനിക്കൊരു കൊച്ചുമോൾ ഉണ്ടായപ്പോൾ ആദ്യത്തെ 24 ദിവസങ്ങൾ ഈ കുഞ്ഞ് നിർത്താതെ കരച്ചിലായിരുന്നു, ഉറങ്ങുകയില്ല. ഞങ്ങൾ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയപ്പോൾ പറഞ്ഞു ഒരു കുഴപ്പവും കുഞ്ഞിനില്ല, പക്ഷെ ഈ കുഞ്ഞ് ഉറങ്ങത്തില്ല, കരച്ചില. ഞാൻ ഷേർലിയോട് ഈ വിഷയം പറഞ്ഞു. ഷേർലി എന്റെ കൈ പിടിച്ച് പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചു. അതിശയകരമെന്ന് പറയട്ടെ, ദൈവകൃപയെന്ന് പറയട്ടെ, അന്ന് മുതൽ ഈ കുഞ്ഞ് കരച്ചിൽ നിർത്തി ശാന്തമായി ഉറങ്ങാൻ തുടങ്ങി. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ മകൾക്ക് ഡെലിവറിയുടെ കോംപ്ലിക്കേഷനായ ഒരു സർജറി ഉണ്ടായിരുന്നു. വളരെ പെയിൻഫുൾ ആയ ഒരു പ്രൊസീജിയർ ആയിരുന്നു. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് നാർക്കോട്ടിക് പെയിൻ മെഡിക്കേഷൻ ഒന്നും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുപോലെ ഇരിക്കാനോ നിൽക്കാനോ കുഞ്ഞിനെ ഫീഡ് ചെയ്യാനോ വയ്യാത്ത ഒരു അവസ്ഥയായിരുന്നു. ഒത്തിരിയും വിഷമിച്ചു. ഞാൻ വീണ്ടും ഷേർലിയോട് ഈ കാര്യത്തിന് പ്രേരണയായി അപേക്ഷിച്ചു. ഷേർലി വീണ്ടും എൻ്റെ കൈ പിടിച്ച് ചർച്ചിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ചു. വീട്ടിൽ വന്നപ്പോൾ മുതൽ എൻ്റെ മകളുടെ വേദനയ്ക്ക് വളരെ ശാന്തതയുണ്ടായി. പിന്നീട് അവൾക്ക് സിവിയർ പെയിൻ ഉണ്ടായിട്ടേ ഇല്ല. ദൈവത്തിന് വീണ്ടും സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാൻ പല അൺസ്പോക്കൺ റിക്വസ്റ്റും പ്രയർ ഗ്രൂപ്പിൽ പ്രാർത്ഥനയ്ക്കായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പല വർഷങ്ങൾക്ക് ശേഷം പ്രയർ ഗ്രൂപ്പിലുള്ള ദൈവമക്കളുടെ കൂട്ടായ പ്രാർത്ഥനയുടെ ഫലമായി അതിലുള്ള ഒരു വിഷയത്തിന്മേൽ ദൈവം അതിശയകരമായി പ്രവർത്തിച്ച് ജയം എടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ നന്ദിയോട് പറയട്ടെ. ആ ദൈവപ്രവൃത്തിയെ തടുക്കാൻ പല ദിക്കിൽ നിന്നും പൈശാചിക ശക്തികൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നതും എനിക്കറിയാം. എന്നാലും സർവശക്തനായ ദൈവം എനിക്ക് അതിലൊക്കെയും ജയമെടുക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നമ്മുടെ ദൈവത്താൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? അതിലൊക്കെ ഉപരിയായി ബൈബിൾ ആഴമായി വായിക്കാനും അതിലെ അഗാധമായ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാനും കൂടുതൽ ദൈവത്തോട് അടുക്കുവാനും ദൈവവിശ്വാസത്തിൽ വളരാനുമൊക്കെ എന്നെ സഹായിച്ചത് ഈ പ്രയർ ഗ്രൂപ്പാണ് എന്ന് ഞാൻ ഈ സമയത്ത് നന്ദിയോടെ സ്മരിക്കുന്നു. ഏത് സമയത്തും ഏത് വിഷയത്തിനു വേണ്ടിയും ഒന്ന് വിളിക്കാനും സംസാരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഷേർലിയും ജോർജ് പാസ്റ്ററും കാണിക്കുന്ന നല്ല മനസ്സിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അടിയനെയും അടിയന്റെ കുടുംബത്തെയും ദൈവമുമ്പാകെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഈ പ്രയർ ഗ്രൂപ്പിൽ കടന്നു വരുന്നവർക്കും ഈ ദേശത്തിന് തന്നെയും വളരെ അനുഗ്രഹമായി തുടരുന്ന ഈ ക്രിസ്ത്യൻ പ്രയർ സെന്റർ ആറ്റിലേത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവടത്തുമായ ഒരു വലിയ വൃക്ഷമായി പടർന്നു പന്തലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന ജോർജ് പാസ്റ്ററെയും ഷേർലിയെയും കുടുംബത്തെയും അവർക്ക് കൈത്താങ്ങായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈ എളിയ സാക്ഷ്യത്തോടുകൂടി ഒരു ചെറിയ ദൈവചിന്തയ്ക്കായി ഒരു സങ്കീർത്തനം 22-ാം സങ്കീർത്തനം 22 മുതൽ 24 വരെയുള്ള ഭാഗം വായിക്കട്ടെ. ഞാൻ നിന്റെ നാമത്തെ എൻ്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. യഹോവ ഭക്തന്മാരെ അവനെ സ്തുതിപ്പീൻ, യാക്കോബിന്റെ സകല സന്തതികളുമായുള്ളവരെ അവനെ മഹത്വപ്പെടുത്തുവേൻ, ഇസ്രായേലിന്റെ സർവ്വസന്തതികളുമായുള്ളവരെ അവനെ ഭയപ്പെടുവേൻ.
അരിഷ്ടന്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല, വെറുത്തതുമില്ല. തന്റെ മുഖം അവന് മറിച്ചതുമില്ല. അവനെ ഉപേക്ഷിച്ചപ്പോൾ കേൾക്കുക എത്ര ചെയ്തത്. ദാവീദിന്റെ ഒരു വലിയ പ്രഖ്യാപനമാണ്, ആഹ്വാനമാണ് നാം ഇവിടെ വായിക്കുന്നത്. അവനെ ഭയപ്പെടുവേൻ, അവനെ മഹത്വപ്പെടുത്തുവേൻ. കാരണം അവൻ അരിഷ്ടന്റെ വേദന നിരസിച്ചില്ല, നൊമ്പരപ്പെടുന്നവന്റെ വേദനയ്ക്ക് അവൻ തന്റെ മുഖം മറിച്ചതുമില്ല. തന്നെ വിളിച്ചപ്പോൾ അവൻ കേൾക്കുക എത്ര ചെയ്തത്. അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവേൻ. ആര് സഹായമില്ലായിരുന്നപ്പോൾ നിലവിളിച്ചപ്പോൾ അതിശയകരമായി ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ച് ദാവീദിന് വ്യക്തമായ ബോധ്യമുണ്ട്. അതിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്, ഞാൻ നിലവിളിച്ചപ്പോൾ അവൻ കേൾക്കുക എത്ര ചെയ്തതെന്ന്. അതുകൊണ്ടാണ് താൻ എന്തു ചെയ്യും എന്ന് ദാവീദ് പറയുന്നത്. എന്റെ സഹോദരന്മാരോട് നിന്നെ കുറിച്ച് ഞാൻ കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. എന്റെ കഷ്ടങ്ങളിൽ എന്നെ വിടുവിച്ചതുകൊണ്ട് അവന്റെ ഭക്തന്മാർ കാണുക ഞാൻ എന്റെ നേർച്ചകളെ കഴിക്കും. കാരണം നീ വല്ലഭൻ. ഞാൻ നിലവിളിച്ചപ്പോൾ എന്റെ കണ്ണുനീരിനെ ഒപ്പാൻ നീ കൂടെ ഇരുന്നതുകൊണ്ട് സകല ജനങ്ങളുടെയും മുമ്പാകെ ഞാൻ നിന്നെ കീർത്തിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു. തളർന്ന കൈകളെ ബലപ്പെടുത്തുവേൻ, കൊഴിഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പേൻ, മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവേൻ. ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറവേൻ. ജീവിതത്തിൽ പലപ്പോഴും മനസ്സിടിഞ്ഞ് തളർന്ന് ജീവിതത്തിലെ ശുഭപ്രതീക്ഷകൾ കൈവിട്ടു പോകുന്ന തലങ്ങളിൽ ആളുകൾ എത്തിപ്പെടാറുണ്ട്. എന്നാൽ ജീവിതത്തിലെ സാധ്യതകൾ അസ്തമിക്കുന്നുവെന്നും വഴികൾ അടഞ്ഞു പോകുന്നു എന്നൊക്കെ തോന്നുമ്പോൾ ദൈവവചനം നമുക്ക് ആശ്വാസവും പ്രതീക്ഷയും പകരുന്നുണ്ട്. നമ്മൾ വായിച്ച വേദഭാഗത്തിൽ ദൈവം തന്റെ പ്രവാചകനിലൂടെ ഈ ഉറപ്പിന്റെ അരുളപ്പാടാണ് തന്റെ ജനത്തിന് നൽകുന്നത്. ഇത് നമുക്ക് കൂടി നൽകപ്പെട്ടിട്ടുള്ള ഉറപ്പാണ്. തളർന്ന കൈകളെ ബലപ്പെടുവേൻ, നമ്മെ ബലപ്പെടുത്തുന്നവൻ നമ്മോട് കൂടെയുണ്ട്. കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറയ്ക്കുവേൻ, നമ്മുടെ കാലിൽ ഉറച്ചു നിൽക്കുവാനും പോരാടി മുന്നേറുവാനും ത്രാണി നൽകുന്ന ദൈവം നമ്മോടൊപ്പമുണ്ട്. മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവേൻ, ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം, അവൻ നിങ്ങൾക്ക് സമീപസ്ഥനാണ്, ദൂരസ്ഥനല്ല. അവൻ നിങ്ങളെ ശക്തീകരിക്കുമെന്ന് പറയുവേൻ. രക്ഷകനായ ദൈവം വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്ന് പറയുവേൻ. എത്ര മനോഹരമായിട്ടാണ് ദൈവം തന്റെ ജനത്തെ ധൈര്യപ്പെടുത്തുന്നത്. ധൈര്യം ചോർന്നു പോകുമ്പോൾ, സാധ്യതകൾ അസ്തമിക്കുമെന്ന് തോന്നുമ്പോൾ, മനസ്സ് ഇടിഞ്ഞു പോകുമ്പോൾ, അത് പല വിധത്തിലുള്ള തകർച്ചകളായി നമ്മുടെ ജീവിതത്തിൽ പടർന്നു കയറുമ്പോൾ ദൈവമായ കർത്താവ് ശക്തി പകരുകയാണ്. മനസ്സ് ഭയപ്പെടുമ്പോൾ, ഭ്രമിച്ചു പോകുമ്പോൾ കർത്താവ് ധൈര്യം പകരുകയാണ്. നീ തളരേണ്ട, ഞാനുണ്ട് നിന്റെ കൂടെ, നിന്നെ എല്ലാ അർത്ഥത്തിലും നിവർത്തി നിർത്താൻ, ബലപ്പെടുത്താൻ, ശക്തീകരിക്കാൻ, പരിപാലിക്കാൻ മതിയായ സർവശക്തനായ ദൈവം ഞാനുണ്ട് നിന്റെ കൂടെ. ഇത് നമുക്കുള്ള ഉറപ്പാണ്. അതുകൊണ്ട് അധൈര്യപ്പെടാതെ, പതറിപ്പോകാതെ ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക. വിജയം സുനിശ്ചിതമാണ്. ഈ വചനങ്ങളാൽ ഞാൻ എൻ്റെ ചെറിയ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. സ്തോത്രം. കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾക്കായിട്ട് സ്തോത്രം. ഇപ്പോൾ പോളങ്ങള് ചില വാക്കുകൾ പറയും, ഒരു പാട്ട് പാടുകയും ചെയ്യുന്നു. കേൾക്കാവോ? ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. കൂടുതൽ പറഞ്ഞ ആരും സമയം കളയുന്നില്ല. എങ്കിലും ഞാൻ ഈ കഴിഞ്ഞ 5 വർഷം എന്ന് പറയുന്നത് 1825 ദിവസങ്ങൾ ചർച്ച് എത്ര കണ്ടു വളർന്നു എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഞാനും അതിൻ്റെ ഒരു ഭാഗവാക്കാവാൻ, വളർത്താനല്ല, പലപ്പോഴും ഞാൻ ആരാധനയ്ക്ക് പോകാറുണ്ട് സമയം കിട്ടുമ്പോഴെല്ലാം. പ്രത്യേകിച്ച് പുറത്തുനിന്ന് വരുന്ന ആരെങ്കിലും വചനം പറയുവാനായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വചനം കേൾക്കുവാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ പോകാറുണ്ട്. ഇപ്പോഴും താല്പര്യക്കുറവൊന്നുമില്ല. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ പോകാറുണ്ട്. എന്നെ വീക്ഷിച്ചിടത്തോളം ഈ ആരാധനാലയം CPC എന്ന് പറയുന്നത് ഒരു കുടുംബമായിട്ടാണ് ഞാൻ ഇത്രയും നാളും കണ്ടിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ എന്നും പറയും CPC കുടുംബമെന്ന്. അതൊരു പ്രഹസനം മാത്രമല്ല, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്.
നമ്മളൊക്കെ കേട്ട് കാണും, കാരണന്മാര് പറഞ്ഞിട്ടുണ്ട്, വിളക്ക് കൊളുത്തി പറയുടെ കീഴിലല്ല മലയുടെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഷെർലിൻ ജോസൂട്ടിയും കൂടെ നടത്തുന്ന ഇത് പലർക്കും വെളിച്ചം നൽകുവാനായിട്ട് ദൈവകൃപയാൽ അതൊരു ആയിരങ്ങൾക്ക് വെളിച്ചം പകർന്നു തരട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയും എനിക്കുണ്ട്. എന്നെ അപേക്ഷിച്ചിടത്തോളം ഞാനത് വളരെ ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. കോളിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു പാട്ട്, കുറച്ച് 4 വരികൾ പാടി നിർത്താം. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയേണമേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയേണമേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയേണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കടലലയിലും കാവയിലും, കാലിത്തൊഴുത്തിലും കാനായിലും കടലലയിലും കാൽവരിയിലും, കാലം കാതോർത്തിരിക്കും അവിടുത്തെ കാലച്ച കേട്ടു ഞങ്ങൾ. കാലം കാതോർത്തിരിക്കും അവിടുത്തെ കാലച്ച കേട്ടു ഞങ്ങൾ. കാലച്ച കേട്ടു ഞങ്ങൾ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയേണമേ. കോണി തുറന്നു കളരുമ്പോൾ തിരകളുയരുമ്പോൾ തീരം
തളരുമ്പോ മറ്റാരുമാരുമില്ലാശ്രയം മുട്ടുന്നു ഞങ്ങൾ തുറക്കില്ലേ, വാതിൽ മുട്ടുന്നു ഞങ്ങൾ തുറക്കില്ലേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയണമേ. സ്തോത്രം, സ്തോത്രം. കർത്താവേ, ഇങ്ങനൊരു അവസരം ഒരുക്കി തന്നതിനെ ജോജുട്ടിയോടും ഷെർലിയോടും നമ്മുടെ പ്രയർ സെന്ററിലുള്ള എല്ലാ കുടുംബങ്ങളോടും നന്ദി പറയുന്നു. ഇത് സ്വന്തമായിട്ട് നമുക്കൊരു ഭവനം കിട്ടുവാനായിട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. ഒന്നിച്ചു കൂടിയിരുന്ന് ആരാധിക്കാനായിട്ടുള്ള ഒരു അവസരം തരണയെന്ന് നമ്മളെല്ലാവരും ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥന നമ്മുടെ കർത്താവ് കേൾക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഞാൻ നിർത്തട്ടെ. താങ്ക് യു. ദൈവത്തിന് സ്തോത്രം. ഇത്രയും സമയം നമുക്ക് ദൈവസേനയിലായിരിക്കാനും പാടുവാനും ആരാധിപ്പാനും അനേക അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾപ്പാനും ഒക്കെ ദൈവം നമ്മളെ സഹായിച്ചതോട് സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം ദൈവം നമ്മളെ സഹായിച്ചു, ഇത്രത്തോളം ദൈവം നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ പ്രവർത്തനത്തോടും ഈ കൂട്ടായ്മയോടും കൂടി ദൈവം ഇത്രത്തോളം സഹായിക്കുകയും നടത്തുകയും ചെയ്തതോർത്ത് തിരുനാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. തുറന്ന ദൈവവചനം ശുശ്രൂഷയ്ക്കുള്ളതായ സമയമാണ്. നമ്മുടെ മധ്യത്തില് ഇന്ന് ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വന്നിരിക്കുന്നത് പാസ്റ്റർ റവറൻ ഡോക്ടർ സാബു വർഗീസ് ആണ്. ഞങ്ങളുടെ ഒരു സുഹൃത്താണ്. ഹ്യൂസ്റ്റൺ IPC സഭയുടെ പാസ്റ്ററായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. പാസ്റ്ററുടെ ചർച്ചിൽ നിന്നുള്ളതായ ടീമാണ് മുമ്പേ ആദ്യം നമ്മുടെ വർഷിപ്പ് ലീഡ് ചെയ്തത്. ഷെർലിയുടെ ബ്രദർ റോബിയും കുടുംബമായിട്ട് ആ ചർച്ചിന്റെ ഭാഗമാണ്. ഇന്ന് സന്ധ്യാസമയത്ത് നമ്മളോട് ദൈവവചനം അറിയിക്കുവാൻ വേണ്ടി ദൈവം നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി അറിയിക്കുന്നു. തുടർന്നുള്ളതായ സമയം ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ദൂത് നമ്മളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടി ദൈവസ്ഥയിലായിരിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ എല്ലാവർക്കും സ്നേഹവും വന്ദനവും ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. ഈ പ്രയർ മിനിസ്ട്രി ലീഡ് ചെയ്യുന്ന എനിക്ക് വളരെ സ്നേഹവും പ്രിയവുമുള്ള പ്രിയ ജോറൂട്ട് ചായനും ഷേളി മാമിയും, അതുപോലെ ഈ വേദിയിൽ സന്നിധിതരായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. എനിക്ക് തൊട്ടു മുമ്പ് പാട്ട് പാടിയ പ്രിയ അങ്കിളിന്റെ പാട്ട് കേട്ടപ്പോൾ ഒരു 35 years മുമ്പ് കേരളത്തിലോട്ട് ചെന്ന ഒരു പ്രതീതിയായിരുന്നു. അത് വളരെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു പാട്ടായിരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ മിനിസ്ട്രി ആരംഭിക്കുന്ന സമയത്ത് പ്രിയ ജോറൂട്ട് ചാനും ഷേളിമാമയും ഒക്കെ എന്നെ കാണുന്ന അവസരങ്ങളിലൊക്കെ വളരെ പാഷനോടെ അവരുടെ സംസാരത്തിൽ അവരുടെ കണ്ണുകളിലും ഒക്കെ ആ പാഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു പ്രയർ ഗ്രൂപ്പ് തുടങ്ങിയതിനെ പറ്റി പറഞ്ഞത് ഓർക്കുകയാണ്. അന്ന് അവിടെ ചെല്ലാൻ 1-2 തവണ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഇതുവരെ നടന്നില്ല. ഈ 5 വർഷം പൂർത്തിയാകുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചിരിക്കുന്നത്. ജോറൂട്ട് ഷേളിമാമി എനിക്ക് അമേരിക്കയിൽ വന്ന കഴിഞ്ഞ 10-20 വർഷത്തിന് അടുത്തുള്ള ഒരു പരിചയമുണ്ട്. അവരായിരുന്ന ചർച്ചുമായിട്ട് എനിക്ക് അടുത്ത ഒരു ബന്ധമുണ്ട്. അവരുടെ ജ്യേഷ്ഠൻ അലക്സാൻ, ഡോക്ടർ അലക്സിന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്താണ്. ജോറൂട്ട് ഷേളിമാമി എപ്പോൾ കണ്ടാലും നമ്മുടെ സ്വന്തം ചേട്ടനോടും ചേട്ടത്തിയോടും ഒക്കെ സംസാരിക്കുന്ന ഒരു അടുപ്പമാണ് തോന്നിയിട്ടുള്ളത്. അത് അവരുടെ മേലുള്ള ഒരു ദൈവകൃപ കൊണ്ടാണ് അങ്ങനെ ഒരു സ്നേഹവും കരുതലും സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഷേലിമാമയുടെ ഒരാങ്ങളെയല്ല, പല ആങ്ങളമാര് ഈ ചർച്ചിലുണ്ട്. അവര് എല്ലാവരും എനിക്ക് ഹൃദയം കൊണ്ട് വളരെ അടുപ്പമുള്ളവരാണ്. റോബിച്ചാനുണ്ട്, റോബിച്ചാൻ കുടുംബം, അതുപോലെ തന്നെ ചെമ്മനാൽ കുടുംബത്തിലെ സഹോദരങ്ങൾ എല്ലാവരും, ജോയിച്ചാനും ജെയിംഷാനും നേരത്തെ പാടി എബിയും അവരുടെ സഹോദരങ്ങളെല്ലാം ഞങ്ങളൊക്കെ ഒരു കുടുംബം പോലെ കഴിയുന്നവരാണ് എന്ന് മാത്രം പറഞ്ഞാൽ ഞങ്ങളുടെ ആ സ്നേഹവും ആഴവും ബന്ധവും മനസ്സിലാകും. തന്നെയല്ല, അവർക്ക് എന്നോടല്ല എന്റെ കുടുംബത്തോടും അതുപോലെ സ്നേഹമുള്ളവരാ. ഞങ്ങളുടെ ജോയിച്ചാനൊക്കെ
ഞാൻ എൻ്റെ അപ്പനെ അമ്മയെ വിളിക്കുന്നത് പോലെ തന്നെ എൻ്റെ അപ്പനെ അമ്മയെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നവരാണ്. ഞാൻ പറഞ്ഞു വന്നത് പൊതുവെ കുടുംബമായിട്ട് അങ്ങനെ ഒരു സ്നേഹവും അന്യോന്യമുള്ള കരുതലുമൊക്കെ ഈ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. കർത്താവിന്റെ വേലയ്ക്കും അതൊരു അനുഗ്രഹമായി മാറുന്നത് കൊണ്ട് സ്തോത്രം. ഈ പ്രയർ മിനിസ്ട്രി 5 വർഷം തികയ്ക്കുന്ന ഈ സമയത്ത് ബഹുമാനപ്പെട്ട ജോറൂട്ടിച്ചായനോടും ഷേളിമാമിയോടും എനിക്ക് പറവാനുള്ളത്, ഇതൊരു ചെറിയ ഓർമ്മക്കല്ല് മാത്രമാണ്. ഇസ്രയേൽ ജനത്തെ മുൻപോട്ട് വരുവാനുള്ള അനവധി വർഷങ്ങളിലേക്ക് തമ്പുരാൻ ഒരുക്കിയിട്ട് അവർക്ക് മുമ്പിൽ ചെങ്കടൽ വിഭാഗിച്ചതിന്റെയും നദി പിളർന്നതിന്റെയും ഓർമ്മയായി ഒരു ഓർമ്മക്കല്ല് വെച്ചിട്ട് പറഞ്ഞു, ഇത്രത്തോളം യഹോവ സഹായിച്ചു. പക്ഷെ അതൊരു യാത്രയുടെ അന്ത്യമായിരുന്നില്ല, മറിച്ചൊരു യാത്രയുടെ ചെറിയ തുടക്കം മാത്രമായിരുന്നു. ഇനി ബഹുദൂരം പോകാനുണ്ട്. എപ്പോഴെങ്കിലും വെല്ലുവിളികളും ഭാരങ്ങളും വന്നാൽ തിരികെ വന്ന് ഇതിലെ വെള്ളം കല്ലുകളിൽ തട്ടി ഓളങ്ങളാൽ തട്ടി നിൽക്കുമ്പോൾ മനസ്സിലാക്കണം, ഇത് പണ്ട് നിങ്ങൾക്ക് വേണ്ടി പിളർന്നതാണ്. ഇത് നിങ്ങൾക്കൊരു സാക്ഷ്യമായി നിലനിൽക്കണം. അപ്പോൾ മുന്നോട്ട് പോകാനുള്ള ബഹുദൂര യാത്രയുടെ ഒരു സാക്ഷ്യമായി ആ ഓർമ്മക്കല്ലുകൾ മാറിയതുപോലെ ഈ 5 വർഷം തികയുന്ന സമയത്ത് ഇതൊരു ഓർമ്മക്കല്ലായി മാറിയിട്ട് നമുക്കെല്ലാവർക്കും ഇന്ന് പകൽ ഏകസ്വരത്തോടെ പറവാൻ കഴിയുന്നത്, ഇത്രത്തോളം യഹോവ സഹായിച്ചു. എബൻ ഏസ, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഞാൻ കൂടുതൽ സമയം നിൽക്കുന്നില്ല, ഞാൻ വളരെ തിരക്കുള്ള ആളാണെന്നൊന്നും ആരും കരുതരുത്. എങ്കിലും ഇന്ന് പതിവിലധികം തിരക്കുള്ള ഒരു ദിവസം ആയിരുന്നു. ഈ വീക്കെൻഡും അങ്ങനെ ആയിരുന്നു. ഇനിയും 1-2 കമ്മിറ്റ്മെന്റ് ഉണ്ട്. എന്നാൽ ഈ പ്രയർ ഒരു കാരണവശാലും മുടങ്ങാൻ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രിയ ജോറൂട്ടിച്ചാനും പറഞ്ഞു, ഞാൻ വളരെ സന്തോഷത്തോടെ അതിന് തയ്യാറായത്. കാരണം ഇങ്ങനെ ഒരു മൈൽ സ്റ്റോണിന്റെ ഭാഗമാവുക എന്നത് എനിക്കെന്നും ഓർമ്മിക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. ന്യൂയോർക്ക് പോലുള്ള ബഹുജനം പാർക്കുന്ന അത്തരത്തിലുള്ള ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ, ലോകത്തിലെ തന്നെ ഏറ്റവും സ്ട്രാറ്റജിക് പട്ടണമായ ഒരു പട്ടണത്തിൽ ഇതുപോലെ ഒരു വേല നടക്കുന്നു എന്നത് ഒരു ചെറിയ കാര്യമായിട്ട് ആരും കണക്കാക്കരുത്. കർത്താവിന്റെ നാളിൽ ന്യൂയോർക്കിന്റെ ചരിത്രം വിവരിക്കുമ്പോൾ നിങ്ങൾക്കും അതിലൊരു പങ്കുണ്ടാകും, അതിലൊരു പ്രതിഫലം ഉണ്ടാകുമെന്ന് ഞാൻ ഓർപ്പിച്ചുകൊണ്ട് കർത്താവിനെ ഏൽപ്പിച്ച വചനത്തിലേക്ക് പോവുകയാണ്. ആരെങ്കിലും വായിച്ച് സഹായിക്കുന്നുവെങ്കിൽ 2 ശമൂവേലിന്റെ പുസ്തകം 2 ശമൂവേൽ 7-ാം അധ്യായം അതിന്റെ 18-ാമത് വാക്യം വായിക്കാം. ദാവീദ് രാജാവ് അകത്ത് ചെന്ന് യഹോവയുടെ സന്നിധിയിൽ ഇരുന്നു പറഞ്ഞത് എന്തെന്നാൽ, കർത്താവായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ, എന്റെ ഗ്രഹവും എന്തുള്ളൂ. മതി. ഇന്ന് ഈ നടക്കുന്ന പ്രയർ ഗ്രൂപ്പിന്റെ പ്രാർത്ഥനയെ നമുക്ക് വിളിക്കാൻ കഴിയുന്ന ഒരു പേര് ഒരു സ്തോത്ര പ്രാർത്ഥനയാണ്. കഴിഞ്ഞ 5 വർഷങ്ങൾ ദൈവം നടത്തിയതിന് ദൈവത്തോട് നന്ദി പറയുക. ദാവീദ് തന്റെ ജീവിതത്തിന്റെ ഒരു പ്രധാന ഘട്ടത്തിൽ ദൈവസന്നിധിയിൽ കഴിക്കുന്ന ഒരു സ്തോത്ര പ്രാർത്ഥനയാണ് നാം അയച്ച ഈ വേദഭാഗത്തിൽ നിന്ന് ഉദ്ധരിച്ച ഭാഗം. ദാവീദ് ദൈവത്തോട് പറയുന്നു, കർത്താവായ യഹോവേ. പദപ്രയോഗത്തിനൊക്കെ ഭയങ്കര അർത്ഥമുണ്ട്. കാര്യം ദാവീദ് പാട്ട് എഴുതുന്നയാളായിരുന്നു. കർത്താവിനും അർത്ഥമുണ്ട്, യഹോവയ്ക്കും അർത്ഥമുണ്ട്. പക്ഷെ കർത്താവായ യഹോവേ, എന്നെ നടത്തുന്ന, എൻ്റെ മേൽ ലോഡ്ഷിപ്പുള്ള എൻ്റെ മാസ്റ്ററായ എൻ്റെ ദൈവമേ, കർത്താവായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരാൻ, ഇവിടം വരെ എന്നെ നടത്താൻ ഞാൻ ആരാ? എന്ത് യോഗ്യത കണ്ടിട്ട, എന്ത് മികവ് കണ്ടിട്ട, എന്ത് ശ്രേഷ്ഠത കണ്ടിട്ട എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നത്. തന്നെയല്ല പറയുന്നത്, തൻ്റെ കൂടെയുള്ള ഒരു സമൂഹത്തെ കൂടെ ചേർത്ത് നിർത്തിയിട്ട് പറയുകയാണ്, എൻ്റെ ഗൃഹം. പഴയ നിയമ ഭാഷയിൽ ഗൃഹം വെറും ഒരു ഇമ്മീഡിയറ്റ് ഫാമിലി അല്ല, അതൊരു എക്സ്റ്റെൻഡഡ് ഫാമിലിയാണ്. ഈ പ്രയർ ഗ്രൂപ്പിന് ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി ഉണ്ട്. അതുകൊണ്ട് ജോറൂട്ടിച്ചാനും ഷേളിമാമിയും ഈ എക്സ്റ്റെൻഡഡ് ഫാമിലിയെ ദൈവസന്നിധിയിൽ ചേർത്ത് നിർത്തി
ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ നന്ദിയോടെ പറയാൻ കഴിയുന്ന ഒരു ദൈവവചന ഭാഗമാണ് ഞങ്ങളുടെ കർത്താവായ യഹോവേ, എന്നെയും എന്റെ ഗൃഹത്തെയും ഇതുവരെ കൊണ്ടുവരാൻ ഞങ്ങൾ എന്തുള്ളൂ. ദാവീദ് എപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രാർത്ഥന കഴിക്കുന്നത്? എവിടെയാണ് കഴിക്കുന്നത്? എന്തുകൊണ്ടാണ് കഴിക്കുന്നത്? ഇതാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുന്നത്. എപ്പോഴാണ് ദാവീദ് ഇങ്ങനെ ഒരു പ്രാർത്ഥന കഴിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്തോത്ര പ്രാർത്ഥന അവൻ കഴിപ്പാൻ കാരണമായത്? 7-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇങ്ങനെയാ തുടങ്ങുന്നത്: യഹോവ തനിക്ക് ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി രാജാവിന് സ്വസ്ഥത നൽകിയ ശേഷം. ദാവീദിന്റെ ജീവിതത്തിൽ ഒരു ഭയങ്കര ജേണി കഴിഞ്ഞു. അത് വളരെ എളുപ്പമുള്ള ജേണി ആയിരുന്നില്ല. ഇതിനെയൊക്കെ നമുക്ക് പല നിലകളിൽ കാണാം. എനിവേ, ഞാൻ ഇന്നത്തെ ഈ പശ്ചാത്തലത്തിൽ പറയുക. ദാവീദിന്റെ ജേണി ഒട്ടും എളുപ്പമല്ലായിരുന്നു. നമുക്കറിയാം, ഒരു ഹമ്പിൾ ബിഗിനിങ് ആയിരുന്നു. ആ ഹമ്പിൾ ബിഗിനിങ് നിന്ന് പെട്ടെന്ന് ഒരു എലവേഷൻ ആയിരുന്നു കിങ്ഷിപ്പിലേക്ക്. ഷെപ്പേർഡിൽ നിന്ന് കിങ്ഷിപ്പിലേക്ക് ഒരു എലവേഷൻ ആയിരുന്നു. ആ എലവേഷൻ ഈസി ആയിട്ടല്ല വന്നത്. വിത്ത് ലോട്ട് ഓഫ് ചാലഞ്ചസ്, ഭയങ്കര വെല്ലുവിളികൾ വന്നു. അവനെ ഭിത്തിയോട് ചേർത്ത് അമ്പ് ചെയ്ത്, നാട്ടിലെ പിള്ളേരൊക്കെ ഭിത്തിയെ തേച്ചൊട്ടിക്കുക നോക്കി ഇന്നത്തെ ഒരു നാട്ടുഭാഷ പറയാറുണ്ട്. എന്നൊന്ന് പറഞ്ഞതുപോലെ അവനെ അങ്ങ് തേച്ചൊട്ടിക്കാവെന്നും പറഞ്ഞ് അമ്പ് ചെയ്തവരുണ്ട്. കൂടെ വളരെ സഹകരിച്ച് നിന്ന ചില കൃത്യസമയം വന്നപ്പോൾ മാറിപ്പോയതുണ്ട്. കൊട്ടാരത്തിൽ ഇരിക്കേണ്ടവൻ കാട്ടിൽ കൂടെ ഉഴന്ന് നടന്നതുണ്ട്. സോ ദാവീദിന്റെ സ്റ്റോറി അത്ര എളുപ്പമുള്ള സ്റ്റോറി ഒന്നുമല്ല. അപ്പൊ വെറുതെ അങ്ങ് കണ്ണടച്ചേച്ച് പറയുന്ന ഒരു സാക്ഷ്യമൊന്നുമല്ല. അനുഭവിച്ചിട്ടും രുചിച്ചറിഞ്ഞിട്ടും വേദനയിലൂടെയും വെല്ലുവിളിയുടെയും ഒറ്റപ്പെടുത്തലിലൂടെയും തിരസ്കാരത്തിലൂടെയും കഷ്ടതയിലൂടെയും സങ്കടത്തിലൂടെയും എല്ലാം ഒരുപോലെ കടന്നുപോയിട്ടും കൊട്ടാരത്തിലും കാട്ടിലും അന്നും ഇന്നും എന്നും ആശ്രയമായി ഉണ്ടായിരുന്നത് ഒന്നേ ഉള്ളൂ, അത് സ്വർഗത്തിലെ ദൈവമാ. ഈ പുനർവിചിന്തനം നടത്തിയിട്ടാണ് ദാവീദ് ദൈവത്തോട് പറയുന്നത്, ഞാൻ എന്തുള്ളപ്പ, കാരണം ഇതെനിക്ക് താങ്ങാവുന്നതിലും വലിയ അംഗീകാരമാ, ഇതെനിക്ക് താങ്ങാവുന്നതിലും വലിയ നന്മയാ, ഇതെനിക്ക് താങ്ങാവുന്നതിലും വലിയ ഉയർച്ചയാ, ഇതെനിക്ക് താങ്ങാവുന്നതിൽ. കാരണം ഇത്ര ഒന്നും ഞാൻ ഓർത്തില്ല കർത്താവേ. തുടങ്ങിയപ്പോ, ജീവിതം ആരംഭിച്ചപ്പോ, കാലെടുത്തു വെച്ചപ്പോ, കാട്ടിലിരുന്ന് പാടിയപ്പോൾ, തന്നെ ഇരുന്ന് ആരാധിച്ചപ്പോ, ആരും കാണാതെ ഇരുന്ന് കരഞ്ഞപ്പോൾ, മുട്ടിലെ തൊലി പോകുന്നത് പോലെ ഇരുന്ന് നിന്റെ സന്നിധിയിൽ യാചിച്ചപ്പോൾ, രോഗം കൊന്നുകളയുമെന്ന് തോന്നിയപ്പോൾ, കുന്തം കഴുത്തറുത്ത് നീക്കുമെന്ന് തോന്നിയപ്പോൾ ഒക്കെ ഞാൻ കരുതിയില്ല എന്റെ ജീവിതം മാറിമറിഞ്ഞ് ഈ ഗതിയിലെത്തുമെന്ന്. എന്നാൽ ഇന്ന് തിരിഞ്ഞു നോക്കിയിട്ട് നന്ദിയോടെ പറവാൻ കഴിയും, ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവരാൻ ഞങ്ങൾ എന്തു. ഇത് നമുക്ക് എല്ലാവർക്കും ഇടയ്ക്ക് ഓർത്ത ദൈവത്തെ സ്തുതിക്കാൻ കഴിയണം. ഞാൻ ഇവിടെ ഈ ചർച്ചിൽ ഞങ്ങളുടെ ജോയിച്ചാനും പലരും വേറെയും ചർച്ചിലെ ചിലരെയൊക്കെ ഞാൻ ഇവിടെ കാണുന്നു. ഞാൻ ചർച്ചിൽ ഇടയ്ക്കൊക്കെ പറയാറുണ്ട്, ഞാനൊരു സ്ഥലപ്പേര് പറയും. എനിക്ക് ആ സ്ഥലപ്പേരിനോട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും പെട്ടെന്ന് അറിയാവുന്ന ഒരു സ്ഥലവാ. നമ്മൾ ഈ റാന്നിന്ന് വന്നപ്പോഴും കോട്ട് സൂട്ട് ഇട്ടുകൊണ്ടൊന്നും അല്ല വന്നത്. നമ്മളൊക്കെ ഭയങ്കര കഷ്ടതയിലും ഭയങ്കര ഞെരുക്കത്തിലും ഭയങ്കര ഇല്ലായ്മയിലും ഒക്കെ വന്നവരാണ്. ഞാൻ എൻ്റെ കഥകളൊക്കെ ഇടയ്ക്ക് ഇവിടെ പറയാറുണ്ട്. എനിക്ക് ആദ്യമായിട്ട് ഒരു പാൻസ് ഇടാൻ കിട്ടിയപ്പോ, ഒരു ചെരുപ്പില്ലാതെ ഒരു കല്യാണത്തിന് എനിക്ക് പോകണം. എറണാകുളത്തു നിന്ന് വന്നപ്പോൾ അപ്പൻ ഒരു ചെറിയ പാൻസ് കൊണ്ടുവന്നു. ആ പാൻസ് ഇടാൻ നോക്കിയപ്പോ എനിക്ക് ചെരുപ്പില്ല. ഞാനിങ്ങനെ ഒരു ചെരുപ്പ് കടം മേടിക്കാൻ വേണ്ടി നടന്നു. ഒടുവില് എൻ്റെ ഒരു ജ്യേഷ്ഠന്റെ ഭാര്യ, ഒരു കസിന്റെ വൈഫ്, അന്ന് ഡബിൾ ഡെക്കർ ചെരുപ്പുണ്ട്, ഡബിൾ ഡെക്കർ ഓർക്കുന്നില്ല, നടുക്കൂടെ ഒരു വരയൊക്കെ ആയിട്ട്,
അങ്ങനെ സ്ത്രീകൾ ഇടുന്ന ഒരു ഡബിൾ ഡെക്കർ ചെരുപ്പ് ഇട്ടുകൊണ്ടാണ് ഞാൻ കല്യാണത്തിന്, എന്നോട് പറഞ്ഞു കല്യാണം കഴിഞ്ഞ ഉടനെ എനിക്ക് തിരിച്ചു തരണമെന്ന്. ഇനി ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഞാനും കരഞ്ഞു പോകും, നിങ്ങളും കരഞ്ഞു പോകും. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഇന്ന് എന്റെ ഷൂ റാക്കറ്റ് നോക്കിയാൽ എനിക്ക് എത്ര ഷൂസ് ഉണ്ടെന്ന് അറിയില്ല. ഞാനത് അഹങ്കാരമായിട്ടല്ല പറയുന്നത്. എത്ര വാച്ച് ഉണ്ടെന്ന് നമുക്കറിയില്ല, അതും അഹങ്കാരമായിട്ടല്ല പറയുന്നത്. എത്ര ഉടുപ്പുണ്ടെന്ന് നമുക്കറിയില്ല, അതും അഹങ്കാരമായിട്ട്. ഉടുപ്പും വാച്ചും കൊണ്ടൊന്നുമല്ല നമ്മുടെ ജീവിതം മാറി മറിഞ്ഞത്. എന്നാലും ഒരു കാലത്ത് കൊതിച്ചത് കൊതിയും മതിയും തീരുന്നത് പോലെ തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും തന്നിട്ടുണ്ട്. അതുകൊണ്ട് അകത്തളങ്ങളിൽ അല്പമെങ്കിലും നന്ദിയുള്ളവന് തമ്പുരാന്റെ സന്നിധിയിൽ വരുമ്പോൾ ഒന്നേ പറയാൻ പറ്റത്തുള്ളൂ, ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവരാൻ ഞങ്ങൾ എന്തുള്ളൂ, ഇതുവരെ വരാൻ ഞങ്ങൾ എന്തുള്ളൂ തമ്പുരാനെ. ഇവിടെ ദാവീദിന് സ്വസ്ഥത കൊടുത്തു. ഒരു കാര്യം ശ്രദ്ധിക്കണേ, ദാവീദിനെ സമയം ഇതുവരെ ജീവിതം ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. സാധാരണ നമ്മുടെ ജീവിതത്തിലെ സ്ട്രഗിളൊക്കെ കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ ന്യൂയോർക്കുകാരൊക്കെ ഇടയ്ക്ക് ചെയ്യാറുള്ള ഒരു കാര്യമാണ്, ഈ പ്രയർ ഗ്രൂപ്പിലുള്ളവർ ഒരിടത്തോട്ട് മൂവ് ചെയ്യില്ല, അവിടെ തന്നെ നിൽക്കാവും. എന്നാൽ ന്യൂയോർക്കുകാരൊക്കെ ഈ മെട്രോയിലൊക്കെ ജോലിയെല്ലാം കഴിഞ്ഞ് കുറെ നാൾ കഴിയുമ്പോൾ വീടൊക്കെ വിറ്റ് റിട്ടയർമെന്റിന് പോകും. ഞാൻ ഫ്ലോറിഡയിലൊക്കെ ഇടയ്ക്ക് പ്രസംഗിക്കാൻ പോകുന്ന ആളാ. അവിടെയൊക്കെ ന്യൂയോർക്കിൽ നിന്ന് പോയ കുറെ പേരുണ്ട്, നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ട്. ചിലര് സൗത്തിലേക്കൊക്കെ പോകും. അപ്പൊ നമ്മുടെ കഷ്ടപ്പാടും ബെത്തപ്പാടും കഴിഞ്ഞു, നമ്മുടെ കുഞ്ഞുങ്ങളെയും കെട്ടിച്ച് അവർക്കും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ ഉണ്ടല്ലോ ചിലരിങ്ങനെ ബേബി സിറ്റിങ്ങുമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കും, വേറെ നിവൃത്തിയില്ല. എന്നാൽ ചിലര് റിട്ടയർമെന്റും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ നമുക്കൊക്കെ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ട് പാസ്റ്ററെ ഇനിയെങ്കിലും കുറച്ചുനാൾ സ്വസ്ഥമായിട്ട് ജീവിക്കണം. ഇത്ര നാളെ എല്ലാവർക്കും ഇന്ത്യ പോകണമെന്നായിരുന്നു, ഇപ്പം കൊറോണ ഉള്ളതുകൊണ്ട് ആർക്കും ഇന്ത്യയിലും പോകണ്ട. അപ്പൊ ഞാൻ പറഞ്ഞത്, എങ്ങനെയാലും ജീവിതത്തിൽ ഒരു റെസ്റ്റ് കിട്ടുമ്പോ, ഒരു പീസ് കിട്ടുമ്പോ നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം നമ്മുടെ ലൈഫ് കുറെ കൂടെ കംഫർട്ടബിൾ ആക്കാനാ. എന്നാൽ ദാവീദിന്റെ ആഗ്രഹം അതല്ലായിരുന്നു. എനിക്ക് സ്വസ്ഥത തന്ന ദൈവത്തിന് ഒരു നിവാസം വേണം. ഹല്ലേലൂയ. എനിക്ക് സ്വസ്ഥത തന്ന, എന്നെ അനുഗ്രഹിച്ച, എന്നെ ഇതുവരെ നടത്തിയ, ചോദിച്ചതിലും നനച്ചതിലും എല്ലാം എന്നെ അനുഗ്രഹിച്ച, കാട്ടിൽ നിന്ന് കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് സ്വർണം പൂശ കസേരയിൽ എന്നെ ഇരുത്തിയ, എനിക്കെതിരെ എഴുന്നേറ്റ, എനിക്കെതിരെ ഉയർന്ന സകല ശത്രുക്കളെയും അമർച്ച ചെയ്ത് അവരുടെ നടുവില് ഹല്ലേലൂയ എന്റെ തീന്മേശയിൽ കുറവ് വരാതെ ശത്രുക്കൾക്ക് മുൻപാകെ എനിക്ക് മേശ ഒരുക്കിയ, എന്റെ മേലുള്ള പദ്ധതിക്ക് കണക്ക് പറയാൻ ലോകത്തിൽ ഒരു ശക്തിക്കും അവകാശം കൊടുക്കാതെ എന്റെ നന്മയുടെ ഉത്തരവാദിയായി എന്നെ ഇന്നയോളം നടത്തിയവന് തിരിച്ചു പറയാൻ ഒന്നേ ഉള്ളൂ, എന്നെ ഇത്രത്തോളം കൊണ്ടുവരാൻ ഞാൻ എന്തുള്ളൂ. ഹല്ലേലൂയ. എന്നെ ഇത്രത്തോളം കൊണ്ടുവരാൻ ഞാൻ എന്തുള്ളൂ. അപ്പൊ ഈ ദാവീദ് ഭയങ്കര ഒരു അടിപൊളി വീട് വെച്ചു. നല്ല വീട് വെക്കുന്നതിൽ എനിക്ക് ഒരു വിരോധമില്ല. പിന്നെ ഞാൻ വീട് മാത്രമേ വെക്കത്തുള്ളെന്ന് ആരും പറയാതിരുന്നാൽ മതി. വീട് വെക്കുമ്പോ മറ്റു ചിലതും കൂടി ഒന്ന് ഓർക്കണം. ഞാൻ ചോരുന്ന ഒരു വീടായിരുന്നു എനിക്ക് അമേരിക്ക വന്ന് കഴിഞ്ഞ ഒരു 4-5 കൊല്ലം വരെ മുമ്പുണ്ടായിരുന്നത്. അത്യാവശ്യം ചോരുന്ന ഒരു, എന്റെ അമ്മച്ചി കിടക്കുന്ന മുറി ചോരാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കൊരു വീട് വേണമെന്ന്. അതുവരെ മിഷനൊന്നും അതും ഇതൊക്കെ അല്പം പറഞ്ഞൊക്കെ നിന്ന ഒരാളാണ്. എന്നാൽ അങ്ങനെ ഒരു ആവശ്യം വന്നു. ഞങ്ങളുടെ ജോയിച്ചാനൊക്കെ വന്ന് എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. നല്ല വീടാ, തീരെ ചെറുതാണെന്നും മോശമാണെന്നും ഒന്നും ഞാൻ പറയില്ല, ഒരുവിധം കൊള്ളാവുന്ന വീടാ. പക്ഷെ ആ വീട് വെച്ചപ്പോ ഞാൻ നോർത്ത് ഇന്ത്യയിൽ കുറച്ച് ചർച്ചസ് പണിത് വെച്ചാൽ അതിന്റെ ഡെഡിക്കേഷൻ കഴിഞ്ഞ വെച്ചാൽ പോയി ഞാൻ എൻ്റെ വീടിന്റെ ഡെഡിക്കേഷൻ കൂടിയത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഞാൻ വീട് മാത്രമേ വെക്കത്തുള്ളൂ എന്നൊരു ചിന്ത വരാതിരുന്നാൽ മതി. വീടൊക്കെ വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അവൻ ദാവീദിന് നല്ല അടിപൊളി വീട്. ഇവൻ ആ വീടിന്റെ പ്രൊവിഷൻ എങ്ങനെയായിരുന്നു? 5-ാം അധ്യായത്തിന്റെ 10-11 വരെ സോർ രാജാവായ ഹീരാം ദാവീദ് രാജാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയക്കുകയും ദേവദാരുക്കളെ കൊടുത്തു, ആശാരിമാരെ കൊടുത്തു, കൽപ്പണിക്കാരെ കൊടുത്തു. അവർ ദാവീദിനൊരു അരമന പണിതു, സീഡർ പാലസ്. ഈ കെട്ടിടം പണിതപ്പം പോലും എഞ്ചിനീയർമാരെ നോക്കി നടക്കേണ്ടി വന്നില്ല. കെട്ടിടം പണിതപ്പം പോലും ഭയങ്കര അധ്വാനം കഴിക്കേണ്ടി വന്നില്ല കേട്ടോ. ഞാൻ ദൈവാത്മാവിൽ ഒരു ദൂത് പറയാം കേട്ടോ. തമ്പുരാന് വേണ്ടി അങ്ങ് നിൽക്കുന്നോന്റെ വേണ്ടി ഇതെല്ലാം തമ്പുരാൻ പുറകെ അങ്ങോട്ട് കൊടുക്കും. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, നന്മയും കരുണയും എന്റെ ആയുഷ്കാലം മുഴുവനും എന്റെ പുറകെ വരും. ഞാൻ തമ്പുരാന്റെ പുറകെ നടക്കും. നന്മയും കരുണയും എന്റെ ആയുഷ്കാലം മുഴുവനും എന്റെ പുറകെ വന്നുകൊള്ളും. ഹല്ലേലൂയ.
ദൈവത്തെ നേരോടെ സേവിക്കുന്ന, ദൈവത്തെ വിശ്വസ്തയോടെ സേവിക്കുന്ന തന്റെ ഭക്തന്മാർക്ക് ഒരു നന്മയും മുടക്കാത്ത ദൈവത്തെയാ. അപ്പൊ ആ പ്രൊവിഷൻ എല്ലാം കൊടുത്ത് ഒരു സീഡർ പാലസും കൊടുത്ത് ശത്രുക്കളെ എല്ലാം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞപ്പോ ദാവീദ് നേരത്തെ സിയോൻ കോട്ട പിടിച്ചായിരുന്നു. 5-ാം അധ്യായത്തിലുണ്ട്. സിയോൻ കോട്ട പിടിച്ചപ്പോ അവിടെ ഭയങ്കര വില്ലന്മാരുണ്ട്. അവര് പറഞ്ഞു ദാവീദ് പൊക്കമൊക്കെ കുറവുള്ള ആളായിരുന്നു. കാര്യം വേദോസം പറയുന്നത് പൊക്കം കുറവുള്ള ആളായിരുന്നു. അപ്പൊ ഇങ്ങനെ സെറ്റപ്പ് എല്ലാം കണ്ട അവര് പറഞ്ഞു, ഇതേ കേട്ടോ ദാവീദിന്റെ എന്നാ കോട്ട എന്നാ പിടിക്കാൻ, ഒരു എലി കയറിയ പൊളിഞ്ഞു പോകാനുള്ളത് ഇങ്ങോട്ട് വരട്ടെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞതാ. ദാവീദിനെ വെല്ലുവിളിച്ച. പക്ഷെ ദാവീദ് ചെന്നിട്ട് പുസ്തകം വായിക്കണം, അവിടെ ഉള്ളതാ ഞാൻ പറയുന്നത്. സ്തോത്രം. അപ്പൊ ദാവീദ് അങ്ങോട്ട് ചെന്ന് ഇവരെ മുഴുവൻ അങ്ങ് പിടിച്ചടക്കിയിട്ട് സിയോൻ കോട്ടയും പിടിച്ചടക്കി. അപ്പൊ അവിടെയാണ് ടെമ്പിളും കൂടെ പണി. ഇന്നും അത് തന്നെയാ സ്ഥാനം. അതിന്റെ പേരിൽ ഈ ലോകത്തിൽ ഈ പ്രശ്നം മുഴുവനും നടക്കുന്നത്. എനിവേസ്, അപ്പോ ദാവീദ് പണിത കെട്ടിടത്തിന് അഡ്ജസന്റ് ആയിട്ട് ദാവീദ് എന്നാ ചെയ്തു? ദാവീദ് കസേരയിൽ ഇരുന്നപ്പോൾ, ശ്രദ്ധിക്കണേ, ദാവീദ് കസേരയിൽ ഇരുന്നു. ദാവീദിന് ഒരു പൊസിഷൻ കൊടുത്തപ്പോ ദാവീദ് പറഞ്ഞു, പ്രസൻസ് ഇല്ലാത്ത പൊസിഷൻ എനിക്ക് വേണ്ട. വളരെ പ്രധാനപ്പെട്ടതാ. പ്രസൻസ് ഇല്ലാത്ത പൊസിഷൻ എനിക്ക് വേണ്ട. യഹോവയുടെ പെട്ടകം ദൂരെ ഇരിക്കുകയായിരുന്നു. ആദ്യമേ ദാവീദ് വെറുതെ അല്ല, വിരുദ്ധന്മാരെ, അതാ പുസ്തകം പറയും, വിരുദ്ധന്മാരെ, സമർത്ഥന്മാരെ, മിടുക്കന്മാരെയും കൊണ്ട് പോയി യഹോവയുടെ പെട്ടകം കൊണ്ടുവന്നു. പക്ഷെ ദാവീദ് യഹോവയുടെ പെട്ടകം കൊണ്ടുവന്ന് പ്രോപ്പർ ചാനലിലൂടെ അല്ലായിരുന്നു. അതുകൊണ്ട് ഭയങ്കര വില കൊടുത്തു. അവൻ ഭയപ്പെട്ടു പോയില്ല, പിന്തിരിഞ്ഞു പോയില്ല. വീട്ടിൽ ചെന്ന് തിരുത്തേണ്ടിയത് മുഴുവനും തിരുത്തി പാപങ്ങൾ ഏറ്റു പറഞ്ഞ് വീണ്ടും തിരിച്ചു വന്ന് യഹോവയുടെ പെട്ടകം കൊണ്ടുവരാൻ. ഈ തവണ വളരെ സ്റ്റെപ്പ് ബൈ 6 അടി വെച്ചേച്ച് അവരൊന്ന് പോസ് ചെയ്യും, ഞങ്ങൾ ചെയ്യുന്നത് പ്രോപ്പർ ആണോ എന്ന് വെച്ച് അവർ യാഗം കഴിക്കും, പിന്നെയും ദൈവത്തെ സ്തുതിക്കും. അങ്ങനെ 6 വാരങ്ങളോടെ ആരാധനയോടെ സ്തോത്രത്തോടെ യഹോവയുടെ പെട്ടകം കൊണ്ടുവന്ന് രാജാവിന്റെ കൊട്ടാരത്തിന് അടുത്ത് ഒരു കൂടാരം പണിത് അവിടെ വെച്ചു. ദാവീദിന് ന്യായമായിട്ട് പറയാം, ഒരു രാജാവ് എന്ന നിലയിൽ, ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ, ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ടിയത് മുഴുവനും ചെയ്തു എന്ന് ദാവീദിന് പറയാം. പക്ഷെ എന്നിട്ടും തൃപ്തി വന്നില്ല ദാവീദിന്, എന്നിട്ടും തൃപ്തി വന്നില്ല. അതുകൊണ്ടാ പറഞ്ഞത്, ഞാൻ ഇങ്ങനെ നല്ലൊരു വീട്ടിൽ താമസിക്കുമ്പോ യഹോവയുടെ പെട്ടകം, ഹല്ലേലൂയ. പ്രിയരേ, ഞാനൊരു ദൂത് പറയാം കേട്ടോ, ദൈവത്തെ നേരെ ചൊവ്വേ സേവിക്കുന്നവർക്ക് എന്തെങ്കിലും ചെയ്താൽ പെട്ടെന്ന് തൃപ്തി വരത്തില്ല. എത്ര ആത്മാക്കളെ കണ്ടാലും തൃപ്തി വരത്തില്ല, എത്ര ദൈവപ്രവർത്തി കണ്ടാലും തൃപ്തി വരത്തില്ല. ഒരാത്മീയ അസംതൃപ്തിയുണ്ട്. അകത്തുള്ളവനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്താലും തൃപ്തി വരത്തില്ല. ഉടനെ ദാവീദ് പറഞ്ഞു, ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് യഹോവയ്ക്കൊരു പെട്ടകം പണിയാണ്. ഒന്നാമത്തെ പാഠം ഞാൻ പറയാം. Think about and thank the Lord in time of rest. നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥത വരുമ്പോൾ ദൈവത്തെ മറക്കരുത്. ഞാൻ കുറെ അധികം ആൾക്കാരുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ കണ്ടിട്ടുള്ള ചിലരെ ഈ ജോലി ഇല്ലാത്തപ്പം വന്ന് പറയും, പാസ്റ്ററെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം, ഒരു ജോലി വേണം. എല്ലാ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരും, ഭയങ്കര ആരാധനയും പ്രാർത്ഥനയും. ജോലി കിട്ടിക്കഴിഞ്ഞാൽ മഷി ഇട്ടാ പിന്നെ ഈ പാർട്ടികളെ കാണത്തില്ല. അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ട്. പാസ്റ്ററെ പ്രാർത്ഥിക്കാൻ കുഞ്ഞുങ്ങളില്ല. ഒടുവിൽ പ്രാർത്ഥിച്ച് 1 അല്ല 2 എണ്ണം പുറകെ ഉണ്ടാ. ഇതും കൂടി ആയി കഴിയുമ്പോഴത്തേന് പിന്നെ പള്ളിയുടെ പടിവാതിക്ക വരത്തില്ല. കാര്യം പിന്നെ അതായി, ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടുമ്പോ അവിടെ കൊടുങ്ങും, കുഞ്ഞുങ്ങളില്ലാത്തവർ കുഞ്ഞുങ്ങൾ കിട്ടുമ്പോ അവിടെ കൊടുങ്ങും. നമ്മളൊക്കെ ഈ അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ ദൈവത്തെ മറക്കാനുള്ള പ്രവണതയുള്ളവരാ. അപ്പൊ ദാവീദിന് സ്വസ്ഥത കിട്ടിയപ്പോ ദൈവത്തെ മറക്കുകയല്ല, നന്മയും സ്വസ്ഥതയും കിട്ടിയപ്പം കൂടുതൽ ദൈവത്തെ പറ്റി ചിന്തിക്കുക. വളരെ നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ പ്രയറിന് ആൻസേഴ്സ് കിട്ടി കഴിയുമ്പോൾ, നമ്മുടെ ജീവിതം സെറ്റിലായി കഴിയുമ്പോൾ, നമ്മുടെ തലമുറകളെ ദൈവം ടേക്ക് കെയർ ചെയ്ത് കഴിയുമ്പോൾ, നമ്മുടെ ഞെരുക്കം മാറ്റി തമ്പുരാൻ വിശാലത വരുത്തുമ്പോൾ ഒക്കെ നാം ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം, സ്വർഗത്തിലെ ദൈവമേ എന്ന. ഹല്ലേലൂയ. നമ്മുടെ നന്മ. ഈ മീറ്റിംഗിൽ ഞാൻ ഇപ്പോൾ ഈ സ്ക്രീനിൽ ഒരു കുഞ്ഞമ്മാമയെ കാണുന്നുണ്ട്. ഈ ചർച്ചിലെ പ്രായമുള്ള ഒരു ആന്റിയാ. ഞാൻ ഈ ചർച്ചിൽ വന്ന് ആദ്യം നടത്തിയത് ആ ആന്റിയുടെ ഭർത്താവിന്റെ ഫ്യൂണറലാ. എന്നെ വളരെ വേദനിപ്പിച്ച ജേക്കബ് ജോൺ പാസ്റ്റർ, IPC പ്രസിഡന്റ് ജേക്കബ് ജോൺ പാസ്റ്റർ അനുജന്റെ ഭാര്യ. ഇവിടെ ഈ പട്ടണത്തിൽ ഒരു ബായിച്ചാൻ ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഇവിടെ ഏത് മർത്തോമക്കാരുടെ യാക്കോക്കാരുടെ ഭവനങ്ങൾ കയറി ഇറങ്ങുമ്പോ എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാ ബായിച്ചാൻ.
ഭ്രാന്തമായി ആത്മാക്കൾക്ക് വേണ്ടി തനിക്കുള്ളത് മുഴുവനും ചിലവഴിച്ച് ഈ പട്ടണത്തിൽ ഓടി നടന്ന ഒരു ദൈവദാസന ഇന്ന് അദ്ദേഹം കർത്താവിന്റെ സന്നിധിയിൽ വിശ്രമിക്കുക. ആന്റിയെ കണ്ടപ്പോൾ ഇതിനോട് ചേർത്ത് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഹല്ലേലൂയ. നമുക്ക് ദൈവം വരാനുള്ളതെല്ലാം തന്നു കഴിയുമ്പോ നമ്മൾ ദൈവത്തെ മറക്കരുത്. സ്വസ്ഥതയുള്ളപ്പോൾ ആദ്യം ചെയ്യേണ്ടത് സ്വസ്ഥത തന്ന ദൈവത്തെ പറ്റി ചിന്തിക്കണം. ഹല്ലേലൂയ. ദാവീദ് ഓർത്തു. ഹല്ലേലൂയ. ഈ സ്വസ്ഥതയുള്ള സമയത്ത് വേദപുസ്തകത്തിലെ ബാക്കി രാജാക്കന്മാർ എന്നാ ചെയ്തത് ഞാൻ പറയാം. ഈ നെബുക്കദ്നേസർ എന്ന് പറഞ്ഞ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ദാനിയേൽ 4:30. പുള്ളിക്ക് പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ലാതിരുന്നപ്പോ എന്നാ ചെയ്തെന്ന് അറിയാം. കയ്യിൽ ഇഷ്ടംപോലെ കാശുണ്ട്. അയലക്കംകാരൻ കൂട്ടുകാരെ എല്ലാം വിളിച്ചൊരു ഭയങ്കര പാർട്ടി നടത്തി. വെള്ളം അടിച്ചങ്ങ് കിറങ്ങി. അപ്പം പുള്ളി ഇങ്ങനെ ഇതൊക്കെ ആയപ്പോൾ പുള്ളിക്ക് അഹങ്കാരം കയറി. വേറെ പണിയൊന്നും ഇല്ലാതിരുന്ന അഹങ്കാരം കയറിയിട്ട് പുള്ളി പറഞ്ഞു, ഹോ, വെളിയിലോട്ട് ഇറങ്ങി. അപ്പൊ ഈ കയ്യിലൊരു ഇച്ചിരി വെള്ളമൊക്കെ ആയിട്ട് വെളിയിലോട്ട് ഇറങ്ങി ഇങ്ങനെ ദൂരോട്ട് നോക്കിയേച്ച് എന്നിട്ട് ഇങ്ങനെ കിടക്കുക വാസ്റ്റായിട്ട് സംഭവം എല്ലാം. പുള്ളി പറഞ്ഞു, ഇതെന്റെ ധനമഹാത്മാത്യത്താൽ എന്റെ പ്രതാപത്തിനു വേണ്ടി ഞാൻ കഴിച്ച മഹതിയാം ബാബിലോണിൽ ഒരു പണിയില്ലാഞ്ഞപ്പം ചെയ്ത. വേദോസം പറഞ്ഞ ഇതവന്റെ വായിൽ ഇവന്റെ വായിൽ ഈ വാക്കിരിക്കുമ്പോ തന്നെ അവൻ എന്നാ പറ്റിയെന്ന് പുസ്തകം പറയുന്നുണ്ട്. സ്തോത്രം ഇല്ലേ? ഈ ശലോമൻ വേറെ ജോലിയൊന്നും ഇല്ലായിരുന്നപ്പോൾ എന്നാ ചെയ്തേ? ഇവനെ പോലെ ഒരു ബുദ്ധിമാനെ, ഇവനെ പോലെ ഇത്ര പ്രാപ്തനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഇവന് ഒരു പണിയില്ലായിരുന്നപ്പോ ഇവൻ എന്നാ ചെയ്തു? ലോകം മുഴുവനും ചെന്ന് ഭാര്യമാരെ കൂട്ടി സമ്പാദിക്കാവുന്നത് മുഴുവനും സമ്പാദിച്ചു. സകലവിധ പ്ലഷറും എൻജോയ് ചെയ്തു. അതല്ലേ ചെയ്തത്? അല്ലേ? അപ്പോ വേദപുസ്തകത്തിൽ വെറുതെ ഇരുന്നപ്പോ മറ്റു പലരും പലത് ചെയ്തിട്ടുണ്ട്. എന്നാൽ സ്വസ്ഥത കിട്ടിയപ്പോൾ ദാവീദ് എന്താ ചെയ്തത്? തമ്പുരാനെ പറ്റി ഓർത്തു. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നല്ലതാ ഈ നന്ദിയുള്ള ഹൃദയം. എവിടം വരെ തമ്പുരാൻ നമ്മളെ എത്തിച്ചാലും ഹല്ലേലൂയ എന്നും ദൈവത്തോട് നന്ദിയുള്ള ഹൃദയം നമുക്ക് ഉണ്ടാവട്ടെ. അപ്പൊ ഇങ്ങനെ ഒരു വാക്ക് ഞാൻ പറയാം, ശ്രദ്ധിക്കണം. ഇൻ എവറി പ്രോസ്പെരിറ്റി, in every protection, in every provision, God has a purpose. നമ്മളെ എവിടെയെങ്കിലും ദൈവം അനുഗ്രഹിച്ചാൽ, എപ്പോഴെങ്കിലും സംരക്ഷണം തന്നാൽ, എപ്പോഴെങ്കിലും നന്മ തന്നാൽ, എപ്പോഴെങ്കിലും സൗഖ്യം തന്നാൽ, എപ്പോഴെങ്കിലും വർധനവ് തന്നാൽ, എപ്പോഴെങ്കിലും ശുശ്രൂഷയിൽ ആദരിച്ചാൽ അതിന്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. മറക്കരുത്. God has a plan. Praise the Lord. Now, ഇത് മുഴുവൻ ഉണ്ടാകാൻ കാര്യം എന്നാന്നറിയോ? ഹൃദയം. ഈ ദാവീദിന്റെ ഗുണമെന്ന് പറഞ്ഞാൽ ദാവീദ് പ്രോബ്ലം ഇല്ലാത്ത ആളല്ലായിരുന്നു. നിങ്ങൾക്കടെ മീറ്റിങ്ങിന് ലീഡർഷിപ്പോടും ജോറൂട്ട് ചാനെ ഇപ്പൊ എനിക്ക് വെള്ളവിടുപ്പൊന്നും ഇല്ല എങ്കിലും ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് എന്നെയൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ആരും വിചാരിക്കരുത് ഞങ്ങളെല്ലാരും ഏതാണ്ട് ദൈവദൂതന്മാരെ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നിൽക്കുന്നവരാണ്. നല്ല, ഞങ്ങളൊക്കെ ജീവിതത്തിൽ ഞങ്ങളുടേതായ കുറവുകളുള്ളവരും പ്രശ്നങ്ങളുള്ളവരും ഒക്കെയാ. ഞങ്ങൾ ആരും പെർഫെക്റ്റ് മനുഷ്യരൊന്നും അല്ല. നിങ്ങളൊക്കെ കടന്നു പോകുന്ന പല സ്ട്രഗിളിലൂടെയും പല വേദനകളിലൂടെയും പല പ്രയാസങ്ങളിലൂടെയും ചില പരാജയങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്നവരാ ഞങ്ങൾ. പക്ഷേ വേദപുസ്തകത്തിൽ തമ്പുരാൻ ദാവീദിനെ അനുഗ്രഹിക്കാൻ ഒരു കാരണം അവന്റെ ഹൃദയം എന്നും ദൈവസന്നിധിയിൽ നേരുള്ളതായിരുന്നു. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഹൃദയം നന്ദിയുള്ളതായിരുന്നു. അതാണ് അതിനകത്ത് ഒരു കാര്യം. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? അവൻ ചെയ്തിട്ട് ഭയങ്കര തെറ്റല്ലേ? സത്യം പറഞ്ഞ ശൗല് ചെയ്ത തെറ്റിനേക്കാളും വലിയ തെറ്റല്ലേ ദാവീദ് ചെയ്തത്? ശൗല് ദൈവം തമ്പുരാനെ കൊല്ലണോന്ന് പറഞ്ഞതിന് കൊന്നില്ല, ഇല്ലേ? അല്ലെങ്കിൽ യാഗം കഴിക്കാൻ ഉദ്ദേശിച്ച് വരുന്നതിന് മുമ്പ് പുള്ളി കയറി യാഗം ഇതൊക്കെയല്ലേ ശൗല് ചെയ്തത്? എന്നാൽ ദാവീദ് ചെയ്ത് അതാണോ? ദാവീദ് അത് ഭയങ്കര അഡൽട്ടറി അല്ലായിരുന്നു, അതും വെറുതെയാണോ ചെയ്തത്? ദാവീദ് ഭയങ്കരമായിട്ട് കുതന്ത്രം പ്രയോഗിച്ചൊക്കെ അല്ലേ അത് ചെയ്തത്. ഞാൻ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. എന്നിട്ടും ശൗലിനെ തള്ളിക്കളഞ്ഞിട്ട് ദാവീദിനെ തെരഞ്ഞെടുക്കാൻ കാരണം എന്നാണെന്നറിയോ? അവന്റെ ഹൃദയം ഒന്നും ദൈവസന്നിധിയിൽ നേരുള്ളതായിരുന്നു. തെറ്റ് ചെയ്താൽ തെറ്റാണെന്നുള്ള ബോധം അവനുണ്ടായിരുന്നു. ഹൃദയത്തിൽ എന്നും നന്ദി ആരാധന ഉണ്ടായിരുന്നു. മനസ്സിലാക്കണേ, തോൾ മുതൽ പൊക്കമുള്ള ഒരു പാർട്ടി ഉണ്ടായിരുന്നു. തോൾ മുതൽ പൊക്കം,
തല എന്നും ബുദ്ധിയെ കാണിക്കുന്നതാ, തല എന്നും ബുദ്ധിയെ കാണിക്കുന്നതാ. എന്നാൽ ഹൃദയം എന്നും ദൈവസന്നിധിയിൽ താഴ്മയെ കാണിക്കുന്നതാ. ശൗല് തല കൊണ്ട് ഭരിക്കാൻ നോക്കിയവനാ, എന്നാൽ ദാവീദ് ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ നോക്കിയവനാ. അതുകൊണ്ട് തല മുതൽ പൊക്കമുള്ളവന്റെ മേൽ നിന്ന് അഭിഷേകം പറിച്ചെടുത്ത് 7 പേര് നിരയായിട്ട് നിന്നു. 8 പേര് നിരയായിട്ട് നിന്നു. 60 വർഷം മിനിസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ഇങ്ങോട്ട് വന്നു. സീനിയർ മോസ്റ്റ് പാസ്റ്റർ. എവിടെ പ്രാർത്ഥന നടത്തിയാലും വെള്ളത്താടിയും തടവി ആശീർവാദം പറയാൻ നിൽക്കുന്ന ഒരു പാസ്റ്റർ. 60 വർഷം മിനിസ്ട്രി ചെയ്ത ഒരു പാസ്റ്റർ, പേര് ശമൂവേൽ. ആ പാസ്റ്റർക്ക് പോലും തെറ്റുപറ്റി. ആദ്യത്തെ ആളെ കണ്ടപ്പം പറഞ്ഞു, ഈ പൊക്കമുള്ളവനാ രാജാവ്. ദൈവം പറഞ്ഞു അല്ല. രണ്ടാമത്തെ വന്നപ്പം പറഞ്ഞു ഇവനായിരിക്കും. ദൈവം പറഞ്ഞു അല്ല. എന്നിട്ട് ശമൂവേലിന്റെ ചെവിയിൽ തമ്പുരാൻ ഒരു ദൂതും കൂടെ പറഞ്ഞു കൊടുത്തു. മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, ദൈവമോ അകമേ നോക്കുന്നു, ഹൃദയത്തെ നോക്കുന്നു. 1-നെ മാറ്റി, 2-നെ മാറ്റി, 3-നെ മാറ്റി, 4-നെ മാറ്റി, 5-നെ മാറ്റി, 6-നെ മാറ്റി. 7-മത്തേത് വന്നപ്പോ യഹൂദ പാരമ്പര്യ പ്രകാരം അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. 7 പെർഫെക്ഷന്റെ നമ്പറാ. 7-മത്തവനായിരിക്കും. 7-മത്തേതിനെയും ദൈവം തള്ളിക്കളഞ്ഞിട്ട് പൊക്കം കുറവുള്ള 8-മത്തവന്റെ അടുത്തേക്ക് വന്നപ്പോ പറഞ്ഞു, ഓ ഇവന്റെ മേൽ തൈലം പകര്, ഇവന്റെ മേൽ അഭിഷേകം പകരാൻ പറഞ്ഞു. 7 പെർഫെക്ഷന്റെ നമ്പർ ആണെങ്കിൽ 8 ന്യൂ ബിഗിനിങ്ങിന്റെ നമ്പറാ. ദാവീദിനോട് പറഞ്ഞത്, ഞാനൊരു പുതിയ പ്രവൃത്തി നിന്നെ കൊണ്ട് ചെയ്യാൻ പോവുകയാ. ദൈവം തെരഞ്ഞെടുത്തവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. പലതിനെ തള്ളി മാറ്റി, പലതിനെ തള്ളി നീക്കി, ലോകത്തിന് പ്രതീക്ഷയുണ്ടായിരുന്ന പലതിനെയും കൈകൊണ്ട് തട്ടി മാറ്റിയിട്ട് ആരും പ്രതീക്ഷിക്കാത്ത ചിലതിനെ പിടിച്ചു നിർത്തി തലമേൽ അഭിഷേകത്തിന്റെ തൈലം ഒഴിക്കാൻ നമ്മോട് കരുണ കാണിച്ച എന്റെ ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാ ദാവീദ് പറഞ്ഞത്, ഞാൻ ഇരുന്നിട്ട് എന്നെ നീ ഇതുവരെ കൊണ്ടുവന്നത്. സാബു വർഗീസും ജോർജ് കുട്ടിച്ചാനും ഒക്കെ നിങ്ങൾ കാണത്തില്ലേലും വല്ലപ്പോഴും പ്രാർത്ഥനാ മുറി ഇരുന്ന് ഞങ്ങളൊക്കെ തമ്പുരാനോട് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാ ഞങ്ങളെ തെരഞ്ഞെടുത്തത്, ഞങ്ങളോട് ഇത്രയും ദയ കാണിക്കാൻ, ഞങ്ങളോട് ഇത്രയും കരുണ കാണിക്കാൻ, ഞങ്ങളെ ഇതുവരെ കൊണ്ടുവരാൻ ഞങ്ങൾ എന്തുള്ളൂ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. രണ്ടാമത് നമ്മൾ ഈ വേദഭാഗത്ത് നിന്ന് പഠിക്കുന്ന പാഠം, ഞാൻ വേഗത്തിൽ നിർത്തും, എനിക്ക് പോകേണ്ടതുണ്ട്. 2 സീക്കിംഗ്. ആദ്യമേ നമ്മൾ പറഞ്ഞ ടൈം ഓഫ് റെസ്റ്റിൽ തിങ്കിങ് അബൌട്ട് ഗോഡ്. രണ്ടാമത് നമ്മളെല്ലാവരും വ്യക്തിപരമായ ജീവിതത്തിലും ശുശ്രൂഷയിലും പഠിക്കേണ്ടിയ രണ്ടാമത്തെ ഒരു പാഠം ദാവീദിൽ നിന്ന് പഠിക്കുന്നുണ്ട്. അതിങ്ങനെയാ, സീക്കിംഗ്, സെൻസിങ് ആൻഡ് സെറ്റിലിംഗ് ഫോർ ദ വിൽ ഓഫ് ഗോഡ്. 1 ദൈവഹിതം അന്വേഷിക്കണം. 2 ദൈവഹിതം തിരിച്ചറിയണം. 3 ദൈവഹിതം ഏതാണെങ്കിലും അത് അംഗീകരിക്കണം. ശ്രദ്ധിക്കുക. 1 ദൈവഹിതം തിരിച്ചറിയണം. സ്തോത്രം. ഇവിടെ ദാവീദിന് ഇഷ്ടം പോലെ പൈസ ഉണ്ട്. ദാവീദിന് എന്നാ വേണേലും ചെയ്യാം. നാട്ടിലെ ഷാജഹാൻ ചെയ്ത പോലെയൊന്നുമല്ല. നാട്ടുകാരെ മുഴുവനും വിളിച്ച് 2000 ആനയെ നിർത്തി ഭാര്യ മരിച്ചെന്നും പറഞ്ഞ് കൺട്രിയുടെ മുഴുവനും വെൽത്ത് എടുത്ത് താജ്മഹൽ പണിതതുപോലെ അവിടെയുള്ള കോഹിന്നൂർ മുഴുവനും കൊണ്ടുവച്ചേച്ച് ഇങ്ങേർക്ക് വീട്ടിൽ നിന്ന് കാണാൻ ഒരു ചെറിയ ഗ്യാപ്പും ഒക്കെ ഇട്ട് അങ്ങനെയൊന്നും രാജ്യത്തിന്റെ വെൽത്ത് മുടിച്ചു കളയുന്നതിനെ പറ്റിയൊന്നുമല്ല ഞാൻ പറഞ്ഞു. പക്ഷെ ദാവീദ് വിചാരിച്ചാൽ ദാവീദ് എന്ത് കെട്ടിടവും പണിയാൻ എന്തും ചെയ്യാം. പക്ഷെ ദാവീദ് ദൈവഹിതം, ദൈവത്തോട് അടുപ്പമുള്ളവനായതുകൊണ്ട് എന്നാ ചെയ്യുന്നതിന് മുമ്പ് ദൈവഹിതം അന്വേഷിക്കും. അതുകൊണ്ട് ഒരു പ്രവാചകനെ വിളിച്ചു വരുത്തി. പ്രവചന ശുശ്രൂഷയെ പറ്റിയൊക്കെ ഇന്നത്തെ കോണ്ടെക്സ്റ്റ് പറയണമെന്ന് എനിക്കുണ്ട്, അതിന്റെ ദൈവശാസ്ത്രം. എന്നാൽ 2 കാര്യത്തിൽ ഞാൻ പറയാം. ഇന്നും പ്രവചന ശുശ്രൂഷയുണ്ട്. അത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ, അത് ഏറ്റെടുക്കുന്ന ആളാണ് ഞാൻ. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ
പല കുടുംബങ്ങളെയും കുറിച്ചുള്ള വെളിപ്പാടുകൾ ദൈവം എനിക്ക് തരാറുണ്ട്. പ്രവചന ശുശ്രൂഷ സഭയെ എഡിഫൈ ചെയ്യാനുള്ള ഒരു ശുശ്രൂഷയാണ്. പുതിയ നിയമസഭയിൽ പ്രവചന ശുശ്രൂഷ ഉണ്ട്. 2 തരത്തിൽ ദൈവം ഇടപെടും. ഒന്ന്, ഇമ്മീഡിയറ്റ് പ്രോഫസി, അതായത് ഓരോ പ്രാർത്ഥനയ്ക്കോ ആരാധനയ്ക്കോ ദൈവഹിതം അന്വേഷിക്കുമ്പോൾ ദൈവം പ്രവചനാത്മാവിൽ ഇടപെടും. രണ്ടാമത്തെ നമ്മൾ മീഡിയേറ്റ് പ്രോഫസി. മീഡിയേറ്റ് എന്ന് പറഞ്ഞാൽ ദൈവവചനം എന്ന മീഡിയത്തിലൂടെ ദൈവം ഇടപെടും. ഒന്ന്, പ്രവചനാത്മാവുള്ള പ്രവചന വരം കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ ദൈവത്തിന് പ്രത്യേക സമയത്ത് ആലോചനയുള്ള ചിലരെ കുറിച്ച്. കഴിഞ്ഞ ആഴ്ച ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവദാസൻ, അമേരിക്കയിൽ ഇതുവരെ വന്നിട്ടില്ലാത്ത ദൈവദാസൻ, IPC ഹെബ്രോൻ എന്ന സഭയെ പറ്റി അറിയാത്ത ഒരു ദൈവദാസൻ എന്റെ ഒരു സ്നേഹിതനെ വിളിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ ചർച്ചിൽ 3 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ 3 പേരുകൾ പറഞ്ഞു. ആ പേരുകൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ദൈവാലോചന വന്നിട്ടുണ്ട്. ഞാൻ ചിന്തിച്ചപ്പോൾ ആ 3 പേരും പ്രാർത്ഥന വേണ്ടിയോരാ. സാധാരണ പ്രാർത്ഥനയല്ല, ഭയങ്കര പ്രാർത്ഥന വേണ്ടിയോരാ. അപ്പൊ ദൈവാത്മാവ് വിവേചിച്ചിട്ട് എന്നോട് പറഞ്ഞു, അവരെ കർത്താവിന്റെ കൃപയിലും രക്തത്തിലും പൊതിഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നോക്കണം, 7 കടലിനപ്പുറം ഇരിക്കുന്ന ഒരു മനുഷ്യൻ, എന്നെ കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ, ഈ സഭ കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ, ഇവിടത്തെ ആൾക്കാരുടെ പേരറിയാത്ത ഒരു മനുഷ്യൻ ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. എത്രയോ ഭവനങ്ങളിൽ ഞാൻ വിളിച്ച ഒരു അപ്പോയിന്റ്മെന്റ് പോലും എടുക്കാതെ അങ്ങോട്ട് വരികയാണെന്നും പറഞ്ഞ് ഞാൻ നേരെ ചെന്നിട്ടുണ്ട്. കുടുംബങ്ങൾ തകർച്ചയിലൂടെ പോയിട്ടുള്ളപ്പോൾ, കുടുംബങ്ങൾ വേദനയിലൂടെ പോയിട്ടുള്ളപ്പോൾ. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ശുശ്രൂഷ ഉണ്ട്. 2, ദൈവം തന്റെ വചനത്തിലൂടെ ഇടപെടും. അത്രയും പറഞ്ഞ് ഞാൻ അവിടെ നിർത്തുക. അപ്പൊ ഏത് വിധത്തിലാണെങ്കിലും നാം ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പ്രാപ്തി ഉണ്ടെങ്കിലും ശരി, പണം ഉണ്ടെങ്കിലും ശരി, എല്ലാം അപ്രോപ്രിയേറ്റ് ആണെന്നെങ്കിലും ശരി, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ദൈവഹിതം അന്വേഷിക്കണം. ദൈവഹിതം അന്വേഷിച്ച് തുടങ്ങുന്ന ശുശ്രൂഷ ദൈവം നിലനിർത്തും. ദൈവഹിതം അന്വേഷിച്ച് തെരഞ്ഞെടുക്കുന്ന തീരുമാനങ്ങളെ ദൈവം മാറ്റും. തൊലിവെളുപ്പ് കണ്ടുകൊണ്ട് ആരും കല്യാണം ആലോചിക്കരുത്. പോക്കറ്റിൽ കിടക്കുന്ന കാശ് കൊണ്ടുകൊണ്ട് ആരും കല്യാണം ആലോചിക്കരുത്. ശമ്പളം കിട്ടുമെന്ന് കരുതി എല്ലാ ജോലിയും പോയി എടുക്കരുത്. അത്രയൊക്കെ പറഞ്ഞ് ഞാൻ ഇനി മുന്നോട്ട് പോകുന്നില്ല. വെറും മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടി ഒന്നും ചെയ്യരുത്. നീ ഒരു ദൈവ പൈതലാണോ? നിന്റെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോ തമ്പുരാനോട് ആലോചന ചോദിക്കണം. ദാവീദ് ദൈവത്തോട് ആലോചന ചോദിച്ചു. നാഥാം പ്രവാചകൻ കയറി, ഞങ്ങള് പാസ്റ്റർമാർക്ക് ഇടയ്ക്ക് തെറ്റൊക്കെ പറ്റും കേട്ടോ. ഞങ്ങളുടെ നിപ്പും വരുവും കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഇവർക്ക് ഒരു തെറ്റും, ഞങ്ങൾക്ക് തെറ്റൊക്കെ പറ്റും. നാഥാം പ്രവാചകൻ ആദ്യമേ വന്നേച്ചേ. ദാവീദ് ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുക, പാസ്റ്റർ കൊള്ളാവോ, ഇത് കൊള്ളാവോ ചോദിച്ചാൽ ഞങ്ങൾ എന്നാ പറയുന്ന പറയും, നിങ്ങളെ പിണക്കാൻ പറ്റുമോ? ഞങ്ങൾ പറയാ കൊള്ളാം. പക്ഷേ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ചിലപ്പോൾ മനസ്സിലാകുന്നത് ഇത് കൊള്ളത്തില്ല. ഉടനെ നേരെ തിരിച്ചു വന്ന് പറയും, ഇല്ല, ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയും. അപ്പൊ നാഥാനോട് വന്നപ്പോ ദാവീദ് പറഞ്ഞത്, എനിക്കൊരു പള്ളി പണിയുണ്ട്. നാഥാൻ പറഞ്ഞു, എന്നാ കുഴപ്പം? അയ്യോ, ഇത് നല്ല കാര്യമല്ലയോ, ഒരു ചർച്ച് കെട്ടിടം പണി, ഇതിലും നല്ല കാര്യം എന്നാ? ഉടനെ ഇദ്ദേഹം എന്നാ ചെയ്തു? നാഥാൻ ഇത് പറഞ്ഞു വെച്ച് വീട്ടിൽ പോയി. രാത്രി പ്രാർത്ഥിച്ചപ്പം തമ്പുരാൻ പറഞ്ഞു, നീ ചെന്ന്, എന്റെ ദൈവമേ, ഇതുപോലെ ഒരു നാണം കെട്ട കാര്യം ഇന്നലെ പറഞ്ഞ ദൂത് ഇന്ന് തിരിച്ച് പറയേണ്ടി വരുമ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്നറിയാം. നാഥാൻ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞു, ആ ചെറുക്കനോട് എന്ന് പറ, അവനല്ല പണിയാൻ പോകുന്നത്, അവന്റെ മകനാ പണിയാൻ പോകുന്നത്. മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ 3 കാര്യമാണ്. 1, ദൈവഹിതം അന്വേഷിച്ചു. 2, ദൈവഹിതം തിരിച്ചറിഞ്ഞു. 3, ദൈവഹിതത്തിന് വേണ്ടി സെറ്റിൽ ചെയ്തു. ദാവീദിനോട് പറഞ്ഞു, നീ അല്ല പണിയേണ്ടിയത്, നിന്റെ മകനാ പണിയേണ്ടി എന്ന് പറഞ്ഞപ്പോൾ ദാവീദിന്റെ നെറ്റി ചുളുങ്ങിയില്ല. ദാവീദ് പ്രതിവാദം പറഞ്ഞില്ല. ഇതാ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നവൻ ദൈവഹിതം തിരിച്ചറിയും. പോകണ്ടെന്ന് പറഞ്ഞാൽ പോകത്തില്ല, ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യത്തില്ല, ചെയ്യാൻ പറഞ്ഞാൽ ഏത് വില കൊടുത്തും ചെയ്യും. അതാണ് നമ്മുടെ ജീവിതത്തിൽ പ്രധാനം. ദൈവഹിതം അന്വേഷിക്കണം, ദൈവഹിതത്തോട് സെൻസിറ്റീവ് ആകണം. ദൈവഹിതം ഇനി അല്ല വേണ്ട എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി സെറ്റിൽ ചെയ്യാൻ തയ്യാറാകണം. നല്ല സഫാരി സൂട്ടും തയ്പ്പിച്ച് എറോക്രാറ്റിന്റെ ഒരു പെട്ടിയും വാങ്ങി 3-4 ഉടുപ്പും മടക്കി വെച്ച് കൂട്ടത്തിൽ ഒരു കൂട്ടുകാരനുമായിട്ട് ആസിയിലേക്ക് മിഷൻ വർക്കിന് പോകാൻ വേണ്ടി പൗലോസ് ബോർഡിംഗ് ടിക്കറ്റും എടുത്ത് വന്നതാ. അന്ന് രാത്രിയിൽ കിടന്നുറങ്ങിയപ്പോ തമ്പുരാൻ വന്നേച്ചു, ചെറുക്ക, നിന്റെ റൂട്ട് മാപ്പ്, ഇന്ന് കൊറോണ കാലത്ത് പറയാൻ പറ്റുന്ന വാക്കാ, റൂട്ട് മാപ്പ് ഞാൻ മാറ്റാൻ പോവാ. അല്ലേലോ എന്നുവെച്ച് പറഞ്ഞു, നീ വേറെ സ്ഥലത്തോട്ടാ നിന്നെ വിടുന്നു. എവിടെയാ തമ്പുരാനെ? അല്ലെ, അന്ന് രാത്രി ഒരു മക്കതോന് പുരുഷൻ നിന്ന് ദർശനത്തിൽ ഇവനോട് പറയാ, വന്ന് ഞങ്ങളെ രക്ഷിക്ക്. കർത്താവിനോട്, കർത്താവ് ഏഷ്യ ദൈവം
മക്കളില്ലേ, ഏഷ്യ എനിക്ക് പോകണ്ടേ, നീ ഏഷ്യ എന്നുള്ളവനല്ലേ എന്നൊന്നും പൗലോസ് പറഞ്ഞില്ല. ദൈവാത്മാവുള്ളവന് ദൈവഹിതം കേൾക്കുമ്പോൾ തിരിച്ചറിയാൻ പറ്റും. പോകണ്ടെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാനുള്ള ബോധം ദൈവത്തിന്റെ ആത്മാവുള്ളവനുണ്ട്. അതുകൊണ്ട് പൗലോസ് പോലും ഗുണമെന്ന അവൻ നേരെ മക്കെദോനിയയിലോട്ട് പോയി. വേണമെങ്കിൽ ആദ്യമേ ചോദിക്കായിരുന്നു, എന്തിനാ കർത്താവെ എന്നെ ഇവിടെ അയച്ചത്? കാരണം എന്നാ? പറഞ്ഞ ദൂത് തെറ്റിപ്പോയി. എങ്ങനെയാ തെറ്റാൻ കാരണം? ഒരു പുരുഷനല്ലേ നിന്ന് നിലവിളിക്കുന്നെന്ന് പറഞ്ഞു. അതെ, ഒറ്റ പുരുഷനെ കൊണ്ടോ ഇല്ല. 10 യഹൂദ പുരുഷന്മാരില്ലാഞ്ഞുകൊണ്ട് അവിടെ സിനഗോഗ് ഇല്ലായിരുന്നു. അതുകൊണ്ട് അവർ പുഴവക്കൽ ഇരുന്നല്ല ദൈവത്തെ ആരാധിച്ചത്. പൗലോസ് അവിടെ ചെന്ന് പ്രസംഗിച്ചപ്പം ദൈവത്തെ ചോദ്യം ചെയ്തില്ല. പുരുഷൻ നിലവിളിക്കുന്നത് കണ്ട് എന്നെ വിട്ടേച്ച് ഒരു പുരുഷനെ പോലും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. വചനം പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ലുദിയ എന്ന ധനികയായ ഒരു സ്ത്രീയുടെ ഹൃദയം തുറന്നു. പൗലൂസിന് മനസ്സിലായി ഇത് ദൈവം അയച്ചത്. അപ്പോ ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ സേവിക്കാൻ ഉള്ള ഹൃദയമുള്ളവനോട് ദൈവം തന്റെ ഹിതം മനസ്സിലാക്കി കൊടുക്കും. അതിനോട് സെൻസിറ്റീവ് ആകണം. ഇതാണ് ദാവീദ് നമ്മളെ 2 പഠിപ്പിക്കുന്ന പാഠം. ഞാൻ തൽക്കാലം നിർത്തുകയാണ്. പ്രൈസ് ഗോഡ്. ഇനി ഇത് തുടരാൻ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഈ 5 വർഷം ഈ പ്രയർ ഗ്രൂപ്പ് കർത്താവ് കൊണ്ടുവന്ന വഴികളും വിശ്വസ്തതയോർത്ത് ബഹുമാനപ്പെട്ട ജോർജ് ചാനും ഷേളി മാമിയോടും ചേർന്ന് നമുക്ക് എല്ലാവർക്കും പറയാം, ഇത്രത്തോളം കൊണ്ടുവരാൻ ഞങ്ങൾ എന്തു. അത് നിന്റെ ദയയാണ്, നിന്റെ കരുണയാണ്, നിന്റെ വിശ്വസ്തതയാണ്. എന്നാൽ മുന്നോട്ടുള്ള പോക്കെന്താ? ദാവീദ് ചെയ്തതുപോലെ ദൈവത്തോട് ദൈവഹിതം ചോദിക്കാം. എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാകണം? എങ്ങനെ മൂവ് ചെയ്യണം? എന്റെ പ്രാർത്ഥന, കർത്താവ് ദേശം അറിയുന്ന ഈ ഏലിയാവ് അതിലെ നടക്കുമ്പോ അവിടെ നിന്ന് ഒരു സ്ത്രീ പറഞ്ഞ ഒരു സാക്ഷ്യം, ഈ വഴിയായി പോകുന്ന ഒരു ദൈവ പുരുഷനുണ്ട്. അവനെ കുറിച്ചുള്ള സാക്ഷ്യം ദേശമെങ്ങും അറിഞ്ഞതുപോലെ ഈ പ്രയർ ഗ്രൂപ്പിനെ കുറിച്ചുള്ള സാക്ഷ്യം ആ ദേശമെല്ലാം അറിഞ്ഞ് അനേകർ വിടുതലിനും അനേകർ നന്മയ്ക്കും കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും കൊണ്ട് എൻ്റെ വാക്കുകളെ ഞാനിവിടെ നിർത്തുകയാണ്. എനിക്ക് ഏറ്റവും പ്രിയമുള്ള ജോർജ് ചാനോടും ഷേളി മാമിയോടും ഏറെ നന്ദി പറയും. താങ്ക് യു പാസ്റ്റർ. ഒരു പാട്ടിന്റെ ചില ഞങ്ങൾ പാടാം. ജൂലി, കേൾക്കാം മച്ചാ? കേൾക്കാം. നിൻ സ്നേഹം മാധുര്യം അത് ആവർത്തനീയം
Praise the Lord. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായിട്ട് ഞാനെന്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നിറഞ്ഞ കർത്താവിനോടുള്ള സ്നേഹത്തിലും ആരാധനാത്മകമായ മനോഭാവത്തോടും കൂടെ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസനിൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ട ആലോചന തരുവാൻ ദൈവത്തിന് പ്രസാദമായി നമ്മുടെ വരും ദിവസങ്ങളിലെ ജീവിതത്തിന് ഏറ്റവും ഉപകാരപ്രദമായ നിലയിലുള്ളതായ ദൈവസന്നിധിയില് വിനയത്തോടും താഴ്മയോടും ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് ഓരോ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള നല്ല ആഹ്വാനം ഇന്ന് കർത്താവ് നമുക്ക് നൽകി. നമ്മളെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ തക്കോണം ഇടയായി തീർന്നത് നമ്മുടെ എന്തെങ്കിലും കഴിവല്ല, മിടുക്കല്ല, ദൈവത്തിന്റെ നമ്മളോടുള്ള വലിയ കരുണയാണ് എന്നുള്ളത് ഓർത്തുകൊണ്ട് വരും ദിവസങ്ങളിൽ ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് അനുഗ്രഹിക്കപ്പെട്ട ആലോചന എന്ന കർത്താവിന്റെ ദാസനെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് പ്രത്യേകിച്ച് പ്രാരംഭം മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് പോലെ ഏതാണ്ട് 5 വർഷങ്ങള് ഇപ്പോൾ ഈ ആരാധന കൂട്ടായ്മ തുടങ്ങിയിട്ട് ക്രിസ്ത്യൻ പ്രയർ സെന്റർ ആരംഭിച്ചിട്ട് ഏതാണ്ട് 5 വർഷം നമ്മൾ പിന്നിടുകയാണ്. ഇവിടെ ഞാൻ ഇതിന്റെ ആരംഭ ദിവസങ്ങൾ മുതൽ ഇങ്ങോട്ടുള്ള അനേക വിഷയങ്ങൾ എൻ്റെ ഹൃദയത്തിൽ കൂടെ ഇവിടെ ഇരുന്ന് സാക്ഷ്യങ്ങൾ അനേകർ പറഞ്ഞപ്പോഴൊക്കെ എൻ്റെ ഹൃദയത്തിൽ കൂടെ കടന്നു പോകാൻ ഇടയായി തീർന്നു. കർത്താവ് നടത്തിയ വിധങ്ങൾ കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ ഇല്ല, ഒരു നിമിഷങ്ങളല്ല, പലപ്പോഴും പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ഒരുപാട് പ്രതികൂലങ്ങളിൽ കൂടെ ഒക്കെ ചുവടുവെക്കേണ്ടി വന്നുവെങ്കിലും ദൈവം ആ പാതയിലെല്ലാം വിശ്വസ്തനായിരുന്നു എന്നുള്ളത് എത്ര നന്ദിയോടെ നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയും. അതെല്ലാം ഓർത്ത് നന്ദിയോടെ ഞാനെന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അനേകരുടെ സാക്ഷ്യത്തിൽ കൂടെ അവർക്കൊരു ആശയ്ക്ക് വേണ്ടി ഒരു ആശ്രയമായിട്ട് അവരുടെ വേദനയുടെ മുമ്പിൽ ഒന്ന് ഓടിയെത്തുവാൻ ആരും ഇല്ലാതിരുന്ന സമയത്തൊക്കെ ഈ പ്രിയ കുടുംബം അവരെ സഹായത്തിനായിട്ട് ഓടിയെത്തിയ വാക്കുകൾ ഇത്ര ധന്യമായതാണ്. ദൈവം കൊടുക്കുവാൻ പോകുന്ന നല്ല റിവാർഡ്സിനെ ഓർത്ത് നമുക്കും ദൈവത്തെ സ്തുതിക്കാൻ. പ്രത്യേകിച്ച് അവരിതിന്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ കർത്താവിന്റെ വലിയ കൃപ ധാരാളമായിട്ട് അവരുടെ മേൽ ചൊരിയേണ്ടതിന് നിരന്തരമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം കൂടെ ഉണ്ടെന്നുള്ള കാര്യം ഇന്ന് ഈ സന്ധ്യയിൽ ആരും മറന്നു പോകരുതേ എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. കർത്താവിന്റെ കൃപയ്ക്കായിട്ടും അവന്റെ കരുതലുകളൊക്കെ ആയിട്ടും ഞാനവിടെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഒരു വേദഭാഗം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം കർത്താവിന്റെ ദാസിന്റെ മെസ്സേജിനകത്ത് ഞാൻ ഉദ്ദേശിച്ചൊരു വാക്യം ഉണ്ടായിരുന്നത് വായിച്ചായിരുന്നു. അതുകൊണ്ട് ദൈവം ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ പെട്ടെന്ന് എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന ഒരു വേദഭാഗം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. 2 കൊരിന്ത്യർ ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 2-ാം അധ്യായം 14-15. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ സ്വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. പ്രാരംഭവാക്യത്തിൽ ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഇതൊരു സ്തോത്ര അർപ്പണ പ്രാർത്ഥനയായിട്ടാണ് കർത്താവിന്റെ ദാസനെ ഓർപ്പിച്ചു. നമുക്ക് ഒരു താങ്ക്സ് ഗിവിംഗ് സർവീസ് പോലെ ഇന്നത്തെ ദിവസം മാറ്റിവെച്ചത് ഓർത്തും ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മയൊക്കെ ഈ ക്ഷണികമായ ജീവിതമുള്ള ഈ ലോകത്തില് അശരണരായിട്ട് മനോഭാരത്തോടെ പാപത്തിന്റെ അധീനതയിൽ ജീവിക്കുന്ന ജനത്തെ കുറിച്ചുള്ള വലിയ ദാഹം പ്രിയ കുടുംബത്തിന് നൽകിയതുകൊണ്ട് ഞാനവിടെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അവര് ചെയ്യുന്ന പല കാര്യങ്ങളും എനിക്ക് പറയണമെന്ന് എന്റെ മനസ്സിൽ വരുന്നുണ്ട്. അവര് മാത്രം ചെയ്യല്ല, മറ്റുള്ളവരെ കൂടെ എക്വിപ്പ് ചെയ്തുകൊണ്ട് വരുവാൻ തക്കോണം, മറ്റുള്ളവരെ ഉത്സാഹിപ്പിച്ചു കൊണ്ടുവരുവാൻ തക്കോണം ഒരു ആത്മഭാരം ആ കുടുംബത്തിന്റെ ഹൃദയത്തിൽ ദൈവം കൊടുത്തത് ഓർത്തും ഞാനെന്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. മാത്രമല്ല, ഈ കഴിഞ്ഞ ഇത്ര വർഷങ്ങളൊക്കെ പിന്നിടുമ്പോൾ 5 വർഷം പിന്നിടുമ്പോൾ തിരിഞ്ഞു നോക്കിയിട്ട് ധാരാളം ആളുകളെ രക്ഷയിലേക്ക് നടത്തുവാനും 20-ൽ പരം ആൾക്കാരെ സ്നാനത്തിൽ കൂടെ കർത്താവിന്റെ കൽപ്പന അനുസരിപ്പാനായിട്ട് പ്രേരിപ്പിക്കുക, അത് ശുശ്രൂഷ ചെയ്യുവാനും ഒക്കെ കർത്താവിന്റെ ദാസനെ കർത്താവ് ബലപ്പെടുത്തി. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ്. മുഖ്യധാരാ ചർച്ചകൾക്ക് പോലും കഴിയാത്ത നിലയിലുള്ളതായ കാര്യങ്ങൾ ഇവരെ കൊണ്ട് ഈ ചുരുങ്ങിയ നാളുകളിൽ കൊണ്ട് കർത്താവ് ചെയ്യിക്കുന്നത് ഓർത്ത് ഞാനെന്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. മഹത്വമെല്ലാം കർത്താവിന്റെ പാദത്തിൽ അർപ്പിക്കുകയാണ്. തിരിഞ്ഞു നോക്കി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തിന് സ്തോത്രം ചെയ്യും. നമ്മുടെ എല്ലാവരുടെയും കരം ഉയർത്തി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിലും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ അടികൾ എന്തുള്ളൂ എന്ന് പറയുവാൻ തക്കണം. കർത്താവേ,
ഞങ്ങൾക്ക് ഇടയാക്കിയത് കൊണ്ട് നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ദാവീദിനെ തിരിഞ്ഞു നോക്കി അങ്ങനെ പറയാൻ കഴിഞ്ഞെങ്കിൽ ഒന്നുമില്ലാതിരുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവമേ ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്നല്ലോ. അനേകർക്ക് സൗരഭ്യവാസനയായി നിർത്തുവാൻ തക്കോണം കർത്താവെ പിന്നെയും തുടർന്നും ഈ ചർച്ചിനെ കർത്താവ് അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഹല്ലേലൂയ നല്ലവനും വിശ്വസ്തനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നീ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിന്റെ ഈ സന്ധ്യാവേളയില് ഞങ്ങളുടെ അപ്പച്ചന്റെ പാതവിടത്തിലേക്ക് അടുത്ത് വന്നുകൊണ്ട് നന്ദിയുള്ള അധരത്തോടെ കർത്താവേ നിന്റെ പാതവിടത്തിൽ ഇരുന്നുകൊണ്ട് അവിടുത്തെ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു കർത്താവെ. അവിടുത്തെ കൃപയ്ക്കും അവിടുത്തെ കരുണയ്ക്കും ഞങ്ങളോട് കാണിക്കുന്ന എല്ലാ വിശ്വസ്തതയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം. നീ ഞങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് ഒരു ദിവസം കൂടെ ഞങ്ങളുടെ കർത്താവിനെ പാടി ആരാധിപ്പാന് ഹല്ലേലൂയ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് അവശേഷിപ്പിച്ച നല്ല സമയത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. ദൈവത്തിന് അനേക സാക്ഷ്യങ്ങൾ ഞങ്ങളെ കേൾപ്പിച്ചല്ലേ കർത്താവെ. ദൈവം നടത്തിയ വിധങ്ങളെ കുറിച്ച് ഹല്ലേലൂയ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായും വാക്കുകൾക്കായിട്ടും സാക്ഷ്യം പറഞ്ഞ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അവസാനമായി ദൈവത്തിന് മാറ്റമില്ലാത്ത വചനത്തിൽ കൂടെ കർത്താവ് ഞങ്ങളോട് ഇടപെട്ടത് കൊണ്ട് നന്ദിയോട് സ്തോത്രം. നന്ദിയില്ലാത്തവരായി മാറുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്ന കർത്താവിന്റെ സന്നിധിയില് ഹല്ലേലൂയ ദാവീദ് പറയുന്ന പോലെ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാന് ഞാൻ എന്തുള്ളൂ, അടിയൻ എന്തുള്ളൂ, അടിയന്റെ പിതൃഭവനം എന്തുള്ളൂ എന്ന് കർത്താവേ തന്റെ ചോദ്യത്തിന് മുമ്പിൽ ഇന്ന് ഞങ്ങളും അതുപോലെ കർത്താവിന്റെ സന്നിധിയിൽ വിനയപ്പെടുവാനും ചോദിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഒരു യാതൊരു നന്മയും ഞങ്ങളില്ലായിരുന്നു, യാതൊരു കഴിവും ഞങ്ങൾക്കില്ല കർത്താവെ. ഞങ്ങൾ പൂർണ്ണമായി സമ്മതിക്കുന്നു. കർത്താവിന്റെ പ്രത്യേകമായ കൃപയിൽ പിന്നെയും ഞങ്ങളെ നടത്തണമേ കർത്താവെ. സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഷേർലിയെയും പ്രിയ ജോർജുട്ടി പാസ്റ്ററെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ദൈവം ഇത്രത്തോളം അവരെ കൊണ്ട് ചെയ്യിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കായിട്ടും ഞങ്ങൾ നന്ദിയോടെ തിരുനാമത്തെ സ്തുതിക്കുന്നു കർത്താവെ. കർത്താവ് വരുവാൻ താമസിച്ചാല് വളരെ ശക്തമായി കർത്താവിന്റെ രാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി അവരാൽ ആവോളം പ്രയത്നിപ്പാൻ തക്കോണം ദൈവമേ നീ അവരെ കരങ്ങൾ ഉപയോഗിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രായാധിക്യത്തിലായിരിക്കുന്ന പ്രിയാബേച്ചനെയും അമ്മാമയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ കർത്താവെ രണ്ടുപേരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഒരു കുടുംബമായി ശക്തിയോടെ കർത്താവെ ദൈവം ഉപയോഗിക്കുന്ന നല്ല നാളുകളെ ഞങ്ങൾ മുമ്പിൽ കണ്ടുകൊണ്ട് തിരുമേനിക്ക് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ശക്തമായി ഹല്ലേലൂയ അവർ കർത്താവിനോട് നിലകൊള്ളുവാൻ സഹായിക്കണമേ. ഞങ്ങൾ ഓർക്കുന്നത് പോലെ കർത്താവെ സ്വന്തമായിട്ടുള്ള ഒരു ആരാധനയ്ക്കുള്ള സ്ഥലം കർത്താവ് ഒരുക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആത്മാക്കളെ കൂട്ടിവരുത്തണമേ. അവരുടെ ഹൃദയത്തിന്റെ ആഗ്രഹം അനുസരിച്ച് അനേകര് ആയിരക്കണക്കിന് ആത്മാക്കൾ കർത്താവെ കടന്നു വരുന്ന ഒരവസ്ഥയിലേക്ക് ഇതിനെ കർത്താവ് മാറ്റുമാറാകണമേ എന്ന് ഞങ്ങൾ അപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ അവിടുന്ന് ചെയ്ത എല്ലാ നന്മകൾക്കായിട്ടും സ്തോത്രം. ഇപ്പോൾ ഈ കർത്താവെ മീറ്റിംഗിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ മുറിഞ്ഞ പാദപീഠത്തിലോട്ട് സമർപ്പിക്കുന്നു. വിവിധ വിഷയങ്ങളോട് ഭാരം ഉൾപ്പിക്കുന്നവരുണ്ട്. രോഗത്തിന്റെ വ്യഥയിലൂടെ ഒക്കെ കഴിഞ്ഞ നാളുകളിൽ പോയവർക്കൊക്കെ കർത്താവ് കൊടുത്ത വലിയ വിടുതലിനായിട്ട് സ്തോത്രം. വരും ദിവസങ്ങളിലും എല്ലാവരെയും കാത്തുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സൂക്ഷിപ്പിന്റെ കരം അവിടുന്ന് നീട്ടിക്കൊള്ളുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഗമനത്തോടുകൂടി ഇരിക്കണം. പ്രത്യേകാല് ആ പ്രിയ മകളുടെ വിവാഹത്തിന്റെ വിഷയം അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവിന്റെ തക്ക സമയത്തിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു. കർത്താവ് എല്ലാം ഭംഗിയായി ചെയ്യുന്നവരാണ്. അതുപോലെ കൂട്ടായ്മയിൽ കടന്നു വരുന്ന പ്രിയപ്പെട്ടവരുടെ പലരുടെയും കുഞ്ഞുങ്ങളുടെ വിവാഹം നിശ്ചയിച്ച് നടക്കുവാൻ പോകുന്നുണ്ട്. അടുത്ത മാസങ്ങളിലൊക്കെ കർത്താവ് എല്ലാവരുടെ പേരിലും ദൈവത്തിന്റെ കരം നീട്ടണമേ, ആശീർവദിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും വിഷയത്തോടെ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ വേദനയോടെ ഭാരത്തോടെ ആയിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ വചനം എല്ലാവർക്കും ആശ്വാസം കൊടുത്തത് കൊണ്ട് സ്തോത്രം. അവിടുത്തെ മുറിവുണക്കുന്ന അവരുടെ വേദനകൾ മാറ്റുന്ന കർത്താവിന്റെ കരം ഇന്നും വ്യാപരിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഞങ്ങളെ ഒരുമിച്ച് അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വരുവാൻ താമസിച്ചാൽ അടുത്ത മീറ്റിംഗിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാനും തിരുമേനി ആരാധിപ്പാനും സഹായിക്കണമേ. നിപാനത്തോടുകൂടെ ദൈവത്തിന്റെ കൃപയും കരുതലും ലോകത്താവെ അവിടുത്തെ വരവരെ ഉണ്ടായിരിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാടത്തുപീഠത്തിലോട്ട് പൂർണ്ണമായി സമർപ്പിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടെന്നായി സ്തോത്രം. യേശു കർത്താവിന്റെ അതിമഹത്വമുള്ള നാമത്തിൽ തന്നെ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും നമ്മോടും നമ്മൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കൂടെ കർത്താവെ ഇത് ഇപ്പോഴും എന്നേക്കും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ ആമേൻ.